ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഒരു പാരൻറ്റിങ് ഗൈഡൻസ് ക്ലാസ് അവർക്കൊരു താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മളതിനുള്ള വേദി എന്തായാലും ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നത്. ഗ്രീഷ്മേനെ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവരെ പറ്റി കൂടുതൽ പറയാൻ കാരണവർക്ക് കൈമാറുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ ഇസ്തിറയിലേക്ക് സ്വാഗതം. നമ്മളുടെ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സംഗീത വിസ്മയം എസ് ജാനകിയമ്മ കഴിഞ്ഞ ജൂലൈ 11 ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 20ഓളം ഭാഷകളിൽ 20,000-ത്തിലധികം സംഗീതങ്ങൾ ഈ ലോകത്തിന് വേണ്ടി പകർന്നതുകൊണ്ടാണ് എസ് ജാനകിയമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ തറവാടിൻ്റെ പേരിൽ അനുശോചനവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ സെഷനിലേക്ക് എടുക്കാം. ഗ്രീഷ്മ പ്രമോദ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെഷൻ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗ്രീഷ്മയെ പറ്റി ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ തറവാടിൻ്റെ ഡേ 1 തുടങ്ങി തറവാട് മുറ്റത്ത് ഓടിക്കളിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമ്മളുടെ ഓരോ മക്കളും വളർന്ന് വലുതായി നമുക്കെല്ലാം പ്രൗഡായിട്ട് വരുന്ന ഒരു നിമിഷം, അത് നമ്മുടെ പാരൻസിന് പ്രൗഡായിട്ട് വരുന്നതും അതേപോലെ തന്നെ കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും എല്ലാം പ്രൗഡായിട്ട് വരുന്ന ആ ഒരു നിമിഷം, അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സെൻസിറ്റീവായിട്ടൊരു വിഷയം തന്നെയാണ് പാരൻറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ. പാരൻറ്റിങ്ങിൽ പിഴച്ചാൽ നമ്മൾ ജീവിതത്തിൽ എന്ത് തന്നെ നേടിയിട്ടും കാര്യമില്ല എന്ന്, നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകുന്ന എത്ര തന്നെ കോടികളുടെ ആസ്തികൾ എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പാരൻറ്റിങ്ങിൽ നമ്മൾക്ക് കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വിടവ് നികത്താൻ നമുക്ക് പറ്റത്തില്ല. അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്താണ് ഗ്രീഷ്മ പ്രമോദ് നമ്മളോട് പറയാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം. ഗ്രീഷ്മ പ്രമോദിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ഹർഷദ് അങ്കിൾ. ഓക്കെ, സോ ഇപ്പം ഇവിടെ പറഞ്ഞു പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സെഷൻ എന്നുള്ള രീതിയിൽ. സോ ബേസിക്കലി ഞാനൊരു ക്ലാസ് പോലെ കുറച്ച് കൺസെപ്റ്റ്സ് പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു, ബോറടിച്ചിരിക്കുന്നു, അതല്ല വേണ്ടത്. വി നീഡ് ആൻ ഇൻട്രാക്ഷൻ, ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ലൈക്ക് ഒപ്പീനിയൻസ്, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പാരൻസ് ആണ്. സോ സയൻറ്റിഫിക്കലി നമ്മൾ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരെക്കാട്ടിലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. സോ ഒബ്വിയസ്ലി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ യു ക്യാൻ ഓൾവേസ് ഓപ്പൺ ടു സേ. ഫോറം ഓപ്പൺ ആണ്. പിന്നെ ലാസ്റ്റ് ഒരു Q&A സെഷൻ ഉണ്ടാവും. ആ സമയത്ത് യു ക്യാൻ ആസ്ക്, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് വേണം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി, ഒരു ചെറിയ ടാസ്ക്, ഒരു 5 minutes എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളും പണ്ട് നിങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ആൻറ്റിയുടെ അങ്കിൾമാരുടെ ഒക്കെ കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ, അപ്പം ഞാൻ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരുന്നു നിങ്ങൾ അതിന് പകരം പണ്ട് കാലത്ത് ചെയ്തിരുന്നതെന്ന് പറയണം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഓക്കെ, ജസ്റ്റ് ഒരു സെഷൻ, ജസ്റ്റ് തോന്നുന്നു പറഞ്ഞാൽ മതി. ഓക്കെ, ഔട്ട്ഡോർ ഗെയിംസ് ആണ് പണ്ടത്തെ കാലത്ത് ചെയ്തിരുന്നത്. സോ ഇന്നത്തെ കുട്ടികൾ എന്താണ് പോലും മൊബൈൽ ഗെയിംസ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റേഴ്സ് എഴുതിയിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, മെസ്സേജിങ്, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ. ആൻഡ് TV കാർട്ടൂൺസ് ഒക്കെ. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു എറ ആയിരുന്നെങ്കിൽ, കൊച്ചായിരുന്ന സമയത്ത് കൂടുതലും മൊബൈൽ ഫോൺസ് ഒന്നും ഇല്ല ആ സമയത്ത്.
ഇപ്പോൾ ടി വി കാർട്ടൂൺസ് ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോ മൊബൈൽ ഫോൺ, റീൽസ്. യെസ്, എക്സാക്ട്ലി. ലൈബ്രറി, പണ്ടത്തെ കാലത്ത് ലൈബ്രറി പോയി ബുക്സ് എടുത്ത് വായിച്ച് റെഫർ ചെയ്ത് നമ്മൾ വരും. ഇപ്പോൾ AI ചാറ്റ് GPT ഉണ്ടല്ലോ, ഇപ്പം എന്ത് ചോദിച്ചാലും ആൻസർ പറയാൻ നമുക്ക് ചാറ്റ് GPT ഉണ്ട്. ആൻഡ് പണ്ട് ഈ ഫാമിലി ഫോട്ടോ ആൽബംസ് ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരുടെ വീടുകളിൽ കാണും പഴയ ഫോട്ടോ ആൽബംസ് ഒക്കെ. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, നമുക്ക് ഫോൺ ഗാലറി ഉണ്ട്. പക്ഷെ ഇത് എപ്പോഴെങ്കിലും പിന്നീട് എടുത്ത് നോക്കാറുണ്ടോ? ആൽബം ആണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ എടുത്ത് നോക്കും. ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഉള്ള ഫോട്ടോസ് ഏതെങ്കിലും ഫോൺ പോകുമ്പോൾ അത് പോകും. എക്സാക്ട്ലി. ഓക്കെ. അതുപോലെ ഇപ്പം ഫ്രണ്ട്സിനെ നേരിട്ട് കാണാം, നമ്മളുടെ സൈഡിലോട്ട് പോവാം. ഫ്രണ്ട്സിനെ നേരിട്ട് കാണാം, കസിൻസിൻ്റെ അടുത്ത് പോവാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ? ഇപ്പോൾ വീഡിയോ കോൾ, ഫേസ് ടൈം, ഗൂഗിൾ മീറ്റ്. ഇപ്പം ഈ ക്ലാസ്സസ് പോലും നമ്മൾ കൊറോണ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാലോ, ക്ലാസ്സസ് പോലും എല്ലാം ഓൺലൈനാണ്. അതുപോലെ പണ്ട് ഉണ്ടായിരുന്ന സംഭവമാണ് റേഡിയോ. ദൂരദർശൻ്റെ ഒക്കെ ചാനലൊക്കെ നമുക്ക് കിട്ടും. ഞാനൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പം എന്താണ്, പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ പണ്ട് ചാച്ചനൊക്കെ പറഞ്ഞ് എനിക്കറിയാം, പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഈ സമയമാകുമ്പോൾ പാട്ട് വരും, അല്ലേ, എസ് ജാനകി അമ്മയുടെ പാട്ടൊക്കെ വരും എന്നുള്ള സംഭവം. ബട്ട് നൗ വാട്ട് ഇറ്റ് ഇസ്, സ്പോട്ടിഫൈ. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ലൈവായിട്ട് നമുക്ക് അപ്പം സെർച്ച് ചെയ്യാൻ എടുക്കാം. പക്ഷേ ഈ സ്പോട്ടിഫൈക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ഫേവറേറ്റ് സോങ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ റിപ്പീറ്റഡ്ലി അത് തന്നെ ആയിരിക്കും കേൾക്കുന്നത്. ഇഷ്ടംപോലെ പാട്ടുകൾ അതിനകത്തുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി ആ സെയിം സാധനം തന്നെ ആയിരിക്കും നമ്മൾ. എക്സാക്ട്ലി. അതുപോലെ പണ്ട് ലാൻഡ് ഫോൺ ഉണ്ട്. ലാൻഡ് ഫോൺ നമ്മൾ ഓരോരുത്തരുടെ ലാൻഡ് ലൈൻ നമ്പറും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ലാൻഡ് ഫോൺ ഉള്ള വീടുകൾ ചുരുക്കമാണ്, അല്ലേ. ഇപ്പോൾ കോർട്ട്ലെസ് ഇറങ്ങി ലാൻഡ് ഫോൺ കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പം മൊബൈൽ ഫോൺസ് ഉണ്ട്. ഇപ്പം എല്ലാം മൊബൈൽ ഉണ്ട്, പിന്നെ ലാൻഡ് ഫോണിൻ്റെ ആവശ്യമില്ല നമുക്ക്. നെക്സ്റ്റ് ഇസ്, പണ്ടൊക്കെ സൈക്കിൾ ചവിട്ടി എല്ലാവരും പോകും, നടന്നു പോകും. ഇപ്പം അടുത്തുള്ള ഡെസ്റ്റിനേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പം എങ്ങനെയാണ്, സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്, കാറുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബേസിക് കാര്യം എന്താണ്? ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. നമ്മൾ അന്ന് കാലത്ത് ജീവിച്ചിരുന്നതിനെക്കാട്ടിലും ഒരുപാട് മുന്നിലാണ് ഇപ്പോൾ ലോകം പോകുന്നത്. സോ അതിനനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട്. ദ വേൾഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ സ്റ്റൈലിലും അവരുടെ ആറ്റിറ്റ്യൂഡിലും. ഇപ്പം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഞാനും തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് വരുന്നില്ല. ഞാനിപ്പോൾ ഒരു 20s നിൽക്കുന്ന ആളാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഒരു 21, 18, 21. അപ്പോൾ ഒരു 5-6 ഇയേഴ്സ് ഡിഫറൻസേ വരുന്നുള്ളൂ. സ്റ്റിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഓ, ഞങ്ങൾ പഠിച്ച സമയത്തെ പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേർ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എത്രമാത്രം നിങ്ങളുടെ ചിന്താഗതിയും അവരുടെ ചിന്താഗതിയും തമ്മിൽ, ഇപ്പോൾ എൻ്റെ ചിന്താഗതി അവരുടെ ചിന്താഗതിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഇമ്പാക്ട്. ഓക്കെ. അപ്പം ഈ ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, വെൻ ഡസ് ദ ആക്ച്വൽ പാരന്റിങ് സ്റ്റാർട്ട്സ്? എപ്പോഴാണ് ശരിക്കും പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒപ്പീനിയൻസ് പറയാമോ? എപ്പോഴാണ് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ദ ബിഗിനിങ്, കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട്. എനി അതർ ഒപ്പീനിയൻസ്? There comes the answer somewhere. കുട്ടിയെ പറ്റി ചിന്തിച്ച് ചിലർ പറയും, ഓക്കെ, പ്രഗ്നൻസി, കുട്ടി ഉണ്ടായി, അതായത് പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനോടൊപ്പം ഒരു അമ്മയും അച്ഛനുമാണ് ജനിക്കുന്നത് എന്നുള്ളത്. ബട്ട് ദ സയൻസ് ഈസ് പ്രഗ്നൻസി അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ വയറ്റിലാവുന്ന സമയം തൊട്ട് നമ്മൾ പാരന്റ് ആവാൻ പ്രിപ്പറേഷൻ, ആ ഒരു 9 months ബോത്ത് ഫോർ ഫാദർ ആൻഡ് മദർ. ബട്ട് ഞാൻ പറയട്ടെ, ശരിക്കും നമ്മൾ കുട്ടിയെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്ന സമയം മുതൽ നമ്മുടെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴാണ് ഒരു കപ്പിൾ കൺസീവ് ആവണം അല്ലെങ്കിൽ ഒരു കുട്ടി വേണമെന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ നോക്കും. ഏതൊക്കെയാ? ഒന്ന്, ഫൈനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ ആണോ? ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനെ നോക്കാനുള്ള, അതിന് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്കുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ഫിറ്റ്നസ്. ആം ഐ ഫിസിക്കലി ഫിറ്റ് ടു ക്യാരി എ ബേബി? അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എനിക്കുണ്ടോ?
ഫാമിലി നോക്കും. ഓക്കെ, ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മ അല്ല ഞങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, അതിനുള്ള സർക്കംസ്റ്റൻസ് ഉണ്ടോ. പക്ഷെ നമ്മൾ മിസ് ഔട്ട് ആയി പോകുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഡു യു നോ വാട്ട് ഇസ് ദാറ്റ്? ആരും അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എനിവൺ? ഇറ്റ്സ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് അവർ സെൽഫ്. നമുക്ക് എല്ലാ ഇൻഡിവിജ്വൽസിനും ഓരോ വൾണറബിലിറ്റീസ് ഉണ്ടാകും. ഈ വൾണറബിലിറ്റീസ് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? എൻ്റെ വീക്ക് പോയിന്റ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സിറ്റുവേഷൻ വരുമ്പം ഐ കാൺ ഹാൻഡിൽ മൈ സെൽഫ് അല്ലെങ്കിൽ മൈ ഇമോഷൻസ്, എൻ്റെ വൾണറബിൾ സൈഡ് ഇതാണ്. എനിക്ക് വിഷമം വരുന്നത് ഈ സമയത്താണ്, അല്ലെ ദേഷ്യം എനിക്കിപ്പോഴാണ് വരുന്നത്. നമ്മൾ ഇപ്പം ഹാപ്പി ആയിട്ട്, ഇപ്പോൾ തറവാട്ടിൽ എല്ലാവരും വന്നു ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ആ സമയത്ത് നമുക്ക് വൾണറബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുമോ? നോ. പക്ഷേ നമുക്കൊരു അൺഫെയറബിൾ സിറ്റുവേഷൻ വന്നു, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു, ആ സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ, ഐ ആം നോട്ട് ഏബിൾ ടു ടോളറേറ്റ് ദിസ്. എൻ്റെ വൾണറബിലിറ്റി ഇവിടാണ്, എനിക്ക് ദേഷ്യം വരുന്നത് ഇവിടാണ്, എനിക്ക് വിഷമം വരുന്നത് ഇവിടാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വാട്ട് ഓൾ ആർ മൈ വൾണറബിലിറ്റീസ്, എൻ്റെ വീക്ക് പോയിന്റ്സ് എവിടാണ്. അത് നമ്മൾ മാത്രം മനസ്സിലാക്കിയ പോലെ നമ്മുടെ പാർട്ട്ണറും അതുപോലെ തന്നെ മനസ്സിലാക്കണം. വി ഷുഡ് ഹാവ് എ കോൺവെർസേഷൻ. പാർട്ട്ണറുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കോൺവെർസേഷൻ വേണം. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പം ഐ നീഡ് ഇമോഷണൽ സപ്പോർട്ട്, ഐ നീഡ് മെൻ്റൽ സപ്പോർട്ട്. ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് നിങ്ങളത് തരണം. ഓപ്പോസിറ്റ് ഗോസ് വിത്ത്, അതായത് ഫോർ ഫാദേഴ്സ് ഓൾസോ. എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമ്മൾ കുഞ്ഞിനെ വയറ്റി കൺസീവായി ക്യാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ പാർട്ട്ണർ കൂടില്ല. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ കൂടില്ല. എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഇമ്പാക്ട് ദ ബേബീസ് ഡെവലപ്മെൻറ്റ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ മാത്രമാണോ അത് ബാധിക്കുന്നത്? ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആയിക്കോട്ടെ. എനിക്കുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ജെനറ്റിക്കലി അതെൻ്റെ കുഞ്ഞിലോട്ട് ഞാൻ പാസ് ഓൺ ചെയ്യും. എൻ്റെ വൾണറബിൾ സൈഡ്, എൻ്റെ തോട്ട്സ്, അതെൻ്റെ കുഞ്ഞും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കരയുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞും വിഷമിക്കുന്നുണ്ട്. ദ ക്വസ്റ്റ്യൻ ഇസ്, ദ നെക്സ്റ്റ് ജനറേഷൻ മാത്രമാണോ അതിൽ ആ ഒരു നമ്മൾ അനുഭവിക്കുന്ന ആ സ്ട്രഗിളിന് ഇരയാവുന്നത്? അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. This is actually the thing. ബയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, എൻ്റെ അമ്മ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വയറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ ഉള്ളിലുണ്ട്. ഹൗ? യെസ്, ആക്ച്വലി ഒരു ബേബി ഒരു 2 months ആവുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന എഗ്, ഷീസ് എ ഗേൾ, ദ എഗ് ഓൾറെഡി ഫോംഡ് ആണ്. ഇമ്മെച്യൂർ ആയിട്ടുള്ള എഗ്ഗാണ് ആ സ്റ്റേറ്റിലുള്ളത്. സോ എൻ്റെ അമ്മ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇമ്മെച്യൂർ ആയിട്ടുള്ള എഗ്ഗായിട്ട് എൻ്റെ അമ്മയുടെ ഉള്ളിലുണ്ട്. സോ വെൻ മൈ ഗ്രാൻഡ് മദർ ഇസ് സ്ട്രഗ്ലിങ്, എൻ്റെ ഗ്രാൻഡ് മദർ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒബ്വിയസ്ലി എൻ്റെ അമ്മ ഗ്രാൻഡ് മദറിൻ്റെ ഉള്ളിൽ കിടന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ എഫക്ട് മൈ മദേഴ്സ് പേഴ്സണാലിറ്റി ട്രേറ്റ് ആസ് വെൽ ആസ് മൈൻ. അപ്പം നോക്കിക്കേ, ആ ഇൻ്റർ ജനറേഷണൽ ട്രോമ എന്ന് പറയും നമ്മളിതിനെ. ജനറേഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രേറ്റ്, അത് നമ്മൾ അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് കറക്റ്റ് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും ശ്രദ്ധിക്കണം ആദ്യം. എന്നിട്ട് മാത്രമേ പേരൻ്റ് ആകാനുള്ളൊരു പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങാവൂ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം മിക്ക പേരൻസും അല്ലെ പേരൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇഗ്നോറബിൾ ആയി പോകുന്ന ഒരു കാര്യമാണിത്. സോ മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഫാദേഴ്സിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്ന്. നോ, ആക്ച്വലി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ആരാ? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ആരാ അത് ടേക്ക് കെയർ ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി അച്ഛന്മാരാണ്, അല്ലേ? ദ ഇമോഷണൽ സപ്പോർട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൻറ്റിമാർക്കൊക്കെ അറിയാമായിരിക്കും, ഓക്കെ, പ്രഗ്നൻസി അല്ലെ ഡെലിവറി സമയത്ത് പാർട്ട്ണർ കൂടെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ അല്ലെ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, അത് വേറെ ആരെങ്കിലും കൂടെ നിന്ന് കിട്ടുമോ? നോ. വൈ? സോ യു ഗൈസ് ആർ ഹാവിങ് എ ബിഗ് റോൾ ഇൻ ദാറ്റ്. ഓരോ സ്റ്റേജിലും, ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് ഓരോ സ്റ്റേജിലും
കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒപ്പം അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് നോക്കാൻ ഒരു മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത് അച്ഛന്മാരാണ്. സോ അവരുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ അവരുടെ ഒരു കുഞ്ഞുമായിട്ടുള്ളൊരു ബോണ്ട്, നമ്മൾ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും ആ ഒരു ബോണ്ട് നമുക്ക് ഫോം ചെയ്യുന്നത് ഫ്രം ദ മാറ്റേണിറ്റി പീരിയഡാണ്. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാപ്പി മദർ, ഹെൽത്തി ബേബി, ഹെൽത്തി ഫാമിലി. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കുള്ള ടോപ്പിക്കിലോട്ട് കടക്കാൻ പോകുന്നത്. ഫ്രം വെയർ ഡു അവർ ചിൽഡ്രൻസ് ലേൺ? കുഞ്ഞുങ്ങൾ എന്ത് കണ്ടാണ് പഠിക്കുന്നത്? അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ തരാം. കുറച്ച് വോളണ്ടിയർ ആയിട്ട് ഒരു ആരെങ്കിലും ഒരാൾ ഒന്ന് ചെറിയ ആക്ടിങ് സ്കിൽസിന് വേണ്ടിയിട്ട് പ്ലീസ് 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 ആരെങ്കിലും ടൈം നമുക്ക് ആരെങ്കിലും വരാം. രാജേഷങ്ങൾ വരുവാ. ഓക്കെ, എന്നാൽ അവിടെ ഇരുന്നാൽ മതി. ഐ ഗീവ് ദ മൈക്ക്. ഹൗൾ ചെയ്യുമായിരിക്കും ചിലപ്പോൾ. മൈക്ക് ആരെങ്കിലും ഒരാള്. വാ വാ, കം കം കം. യെസ് പ്ലീസ് പ്ലീസ്, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഓക്കെ ബിനു അങ്കിൾ, താങ്ക് യു ഫോർ കമ്മിങ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അങ്കിൾ അത് രണ്ട് രീതിയിലൊന്ന് അഭിനയിച്ച് കാണിക്കുക. രണ്ട് രീതിയിലൊന്ന് അതാണ് പറയാം, ചെറിയൊരു ആക്ടിങ് സ്കിൽ. ഓക്കെ, ഒന്ന് കാമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയണം, അത് പീസ്ഫുള്ളായിട്ട്. രണ്ട് ദേഷ്യപ്പെട്ട് പറയണം. ഓക്കെ, ഹലോ. ഹലോ. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് നീ ദേഷ്യപ്പെടരുത്. ഇത് ആദ്യം അങ്കിൾ കാമായിട്ട് പറയുക, രണ്ടാമത് ദേഷ്യപ്പെട്ട് പറയുക. ആദ്യം കാമായിട്ട് പറഞ്ഞു. നീ ദേഷ്യപ്പെടല്ലേ. വാവ്, നൈസ്. ഇനിയും ദേഷ്യപ്പെട്ട് പറയും. നീ ദേഷ്യപ്പെടരുത് കേട്ടോ. ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു താങ്ക് യു. യെസ് യെസ്. ഉണ്ട്. യെസ്. അപ്പം ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓക്കെ മനസ്സിലായി, ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഒരു കുട്ടിയോടാ പറയുന്നതെന്ന് വിചാരിച്ചോ. ആ കുട്ടി എന്താ അതിൽ നിന്ന് പഠിക്കുന്നത്? ദേഷ്യപ്പെടാതിരിക്കാനാണോ, എങ്ങനെ ദേഷ്യപ്പെടാമെന്നാണോ? ഒബ്വിയസ്ലി ആ കുട്ടി പഠിക്കുന്നത് എങ്ങനെ ദേഷ്യപ്പെടാമെന്നായിരിക്കും. അച്ഛൻ എന്നോട് ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു, പക്ഷെ അച്ഛൻ ദേഷ്യപ്പെട്ട എന്നോട് പറഞ്ഞു. ചൈൽഡ് ഈസ് വെരി ഒബ്സർവൻറ്റ്. ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കും. നമ്മുടെ ഓരോ ആക്ഷൻസ്, നമ്മുടെ ബിഹേവിയർ. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാം നീ ഫോൺ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നാലോ? നീ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ജോലിയായിട്ട് നടക്കുന്നുണ്ട്. വാട്ട് വിൽ ദേ സേ? ഓക്കെ, അച്ഛൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അമ്മ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഹാപ്പിയാണ്, അമ്മ ഹാപ്പിയാണ് വിത്ത് ദിയർ ഫ്രണ്ട്സ്. എന്നെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. വൈ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വൈ ക്വസ്റ്റ്യൻ കൂടുതലാണ്. അവർക്ക് എല്ലാം അതിൻ്റെ റീസൺ അറിയണം. So what we have to do is be a role model for them. നമ്മൾ അവരോട് ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എത്രമാത്രം ചെയ്യുന്നുണ്ടെന്ന് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അവർ കണ്ടാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഉപദേശം കൊടുത്താലോ, മോനെ ഇത് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കണ്ണടിച്ചു പോകും, കണ്ണ് പോകും, ഇതൊക്കെ പണ്ട് കുറേ കേട്ടുള്ളതാണ്. ടി വി കാണുന്ന സമയത്താണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഫോണില്ലല്ലോ, ആ സമയത്ത് സ്മാർട്ട് ഫോൺസ് ഇല്ല. ടി വി കാണില്ല, ടി വിയുടെ അടുത്ത് പോയിരുന്നാൽ കണ്ണടിച്ചു പോകും. പക്ഷേ വീട്ടിൽ വന്ന പേരൻസ് ചെയ്യുന്നത് എന്താ? ടി വി വെക്കും, അവർ കണ്ടുകൊണ്ടിരിക്കും. 2 മണിക്കൂറും 3 മണിക്കൂറും ടി വി കണ്ടുകൊണ്ടിരിക്കും. നമ്മളോട് പറയാം ടി വി കാണണ്ടാന്ന്. ഇസ് ദാറ്റ് റൈറ്റ്? വി ഷുഡ് ബി ദ റോൾ മോഡൽ ഫോർ ദം. നമ്മൾ ചെയ്ത് കാണിച്ചാൽ അത് കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അവർക്ക് അവിടെ ഒരു റീസൺ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നു ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അവിടെ അവർക്കൊരു റീസൺ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഇവർ ചെയ്യണ്ടെന്ന് പറയുന്നേ? പക്ഷെ നമ്മൾ ചെയ്ത് കാണിക്കുമ്പം അവർക്ക് മനസ്സിലാവുന്നത് എന്താ? ഓക്കെ, അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുന്നില്ല, സോ ഐ ക്യാൻ ഡു ദാറ്റ്. അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടാണ് നമ്മളെ കുട്ടികൾ പഠിക്കുന്നത്. അല്ലാതെ മോൻ അവിടെ പോയി സംസാരിക്കുക, ആ അങ്കിളിനോട് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ കംഫർട്ടബിൾ ആവില്ല. അവർക്ക് അറിയാത്ത ആൾക്കാരാ, അവരെങ്ങനെ കംഫർട്ടബിൾ ആവും?
നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ കണ്ടുപഠിക്കണം. റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കണം. ഗ്രാൻഡ് പേരൻസിനെ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം. അല്ലാതെ മോൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാലേ വീഴണം അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വോണ്ട് ലിസൺ, ബിക്കോസ് അവർ ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ആണ്. സോ ഓൾവേസ് ബി എ റോൾ മോഡൽ ഫോർ ദെയർ പേരൻസ്, ഷുഡ് ബി ദ റോൾ മോഡൽ. അത് പറയുന്ന പോലെ ഡോണ്ട് ടീച്ച് യുവർ ചൈൽഡ്, ബിക്കം എ ലെസൺ ഫോർ ദം. അവർ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർ കണ്ടുപഠിച്ചോളൂ. ചിലർ നമ്മുടെ കുഞ്ഞുങ്ങളെ കേട്ടില്ലേ, വീട്ടിൽ പറയുന്ന അതേ ഡയലോഗ് വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് അവർ പറയും. വൈ? വെരി ഒബ്സർവൻറ്റ്. ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിലിങ്സ് പോലും ഒരു ഭയങ്കര ക്യൂരിയസ് ആണ് വേൾഡിനെ പറ്റി. നെക്സ്റ്റ് ഇസ് ടുഡേയ്സ് റിയാലിറ്റി. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ പറ്റിയിട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താ? ലൈക്ക് നമ്മൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കൂടുതലും എന്താണ്? ഓഫ് കോഴ്സ് ടെക്നോളജിയാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അവരോട് പോയി ഇപ്പോൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇതിങ്ങനെയല്ല അങ്ങനെയാണ്. AI, ChatGPT, യൂട്യൂബ്, എന്ത് കാര്യത്തിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാത്ത, ഈവൻ ഇപ്പം എനിക്ക് പോലും അത്ര അപ്ഡേഷൻസ് അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്പോണ്ടേനിയസ് ആയിട്ട് അവരതിന് ആൻസർ തരും നമുക്ക്. ഇനിയും അവർക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, പക്ഷെ എന്നാൽ അവരുടെ ബിഹേവിയറിൽ അവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. These are the challenges of today's generation. ഒന്നാമത്തെ കാര്യം, നോ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവർക്കറിയില്ല. പണ്ടത്തെ കാലത്ത് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടാവില്ല എല്ലാവരും. നിസ്താരങ്ങൾ പോയിട്ടുണ്ടോ മൂവിക്ക്? അപ്പം എനിക്ക് നിസ്താരങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വേണം. എങ്ങനെയാണ് പണ്ട് മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നത്? മോളെ, നോർമലി നമ്മളൊരു മൂവിക്ക് പോകണമെങ്കിൽ എങ്ങനായിരുന്നു അതിന്റെ മോളെ, പ്രൊസീജിയർ? ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ശബ്ദം കൂടുതലാണ്. മൂവി കാണാൻ തുടങ്ങിയത് ഞാനൊരു 6th-ലോ 7th-ലോ പഠിക്കുമ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ ജനറേഷനിൽ ഏതെങ്കിലും കുട്ടികൾ 7th-ലോ 8th-ലോ പഠിക്കുമ്പോൾ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകാറുണ്ടോ? എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട് കുറേ അധികം. ഇന്ത്യൻ എംബസി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒളിച്ചും ഒക്കെ ഭാഗത്തൊക്കെ വേറെ പ്രോഗ്രാംസിന് പോകും. ഫിലിം കാണാൻ പോയിട്ട് ഞാൻ കേട്ടിട്ടില്ല. 7, 8 പഠിക്കുമ്പോൾ തൊട്ട് സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. ഒളിച്ചും ഭാഗത്ത് തന്നെ പോകുള്ളൂ, അല്ല വീട്ടുകാർ വിടില്ല. കാരണം കൂട്ടുകാർ ഒരുമിച്ചും അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആളുകൾ വിളിക്കുമ്പോഴോ ക്ലാസ് ടൈമിലാണ് പോകുന്നത്. സുഖമില്ലെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോയി സിനിമ കണ്ടിട്ടുള്ള പോകുന്ന സമയത്ത് അവിടെ നമ്മളിപ്പോ തിയേറ്ററിൽ ചെന്നു, ഓക്കെ, തിക്കിലും തിരക്കിലും പെട്ട് ടിക്കറ്റ് എടുക്കുന്നു. ഓക്കെ, പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താ ഒരു സാധനമുണ്ട്, ഭയങ്കരമായിട്ട് നമ്മൾ ചുറ്റും വരുന്ന പേടിയും, ഇനി മറ്റൊരാൾ കാണരുത്, തലകുനിച്ചിരിക്കുക, സിനിമ തീരുന്നതിന് മുമ്പ് ഇറങ്ങി ഓടുക. അത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പം പണ്ടത്തെ കാലത്ത് നമ്മളിപ്പം ഓക്കെ, അപ്പം പണ്ട് ഇപ്പം ഈവൻ ഇപ്പോഴാണ് ഈ ആപ്സ് ഒക്കെ വന്നത്, ബുക്ക് മൈ ഷോ കാര്യങ്ങളൊക്കെ. ഈവൻ ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്താണേലും തിയേറ്റർ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഓക്കെ, എന്നാലും പോയിട്ടുള്ള ആൾക്കാർ ആദ്യം നമ്മൾ പേരൻസിനോട് പെർമിഷൻ എടുക്കണം. ഞാനൊന്ന് പൊക്കോട്ടെ അച്ഛാ അമ്മേ, എന്നെ ഒന്ന് വിടാവോ? അവർ സമ്മതിക്കില്ലയോ നമുക്കറിയില്ല. അപ്പോൾ അവിടെ നമ്മളൊരു നോ പ്രതീക്ഷിക്കുന്നുണ്ട്. പോവണ്ട നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ഇനി അഥവാ സമ്മതിച്ചെന്നിരിക്കട്ടെ, നമ്മൾ പോയി ക്യൂ നിന്ന് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടത്തില്ല, കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. സോ there we are expecting a no. ഇപ്പോഴത്തെ കുട്ടികളോ, ബുക്ക് മൈ ഷോ ഉണ്ട്, എടുക്കുക, അവർക്ക് സീറ്റ്, അവർക്ക് ഇഷ്ടമുള്ള കൺവീനിയൻസ് സീറ്റ് അസൈൻ ചെയ്തിട്ട് അവർക്ക് എടുക്കാം. റിക്ലൈനർ വേണമെങ്കിൽ റിക്ലൈനർ എടുക്കാം, പോപ്കോൺ വാങ്ങിച്ച് കഴിക്കാം, സിമ്പിൾ. അവിടെ എന്താ ഒരു നോ ഇല്ല. there is no in this generation. അതുപോലെ ഫുഡ്, അപ്പം നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നുമല്ലോ, എനിക്ക് അത് കഴിക്കാൻ തോന്നും. മറ്റേ ബഷീറിൻ്റെ പൂവമ്പഴം നോവലിനകത്തെ പോലെ എനിക്ക് പൂവമ്പഴം വേണമെന്ന് പറയുമ്പം പോയി പൂവമ്പഴം വാങ്ങിച്ചോണ്ട്. അപ്പം അന്നത്തെ കാലത്ത് പൂവമ്പഴത്തിന് പകരം ഓറഞ്ചാണ് കിട്ടിയത്, പക്ഷെ നീ ഇത് പൂവമ്പഴം ആണെന്ന് വിചാരിച്ച് കഴിക്കണം എന്ന് പറയുന്ന കാലമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാ? സൊമാറ്റോ, സ്വിഗ്ഗി, ഇവിടെ ആണെങ്കിൽ കീറ്റ ഉണ്ട്, നൂണുണ്ട്. 2 മണിക്കാണ് രാത്രിയിൽ അവർക്ക് ക്രേവിങ്സ് തോന്നുന്നെങ്കിലും സാധനം അവരുടെ കൈ ഡോർ സ്റ്റെപ്പിൽ എത്തും. അല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. there is no. നമ്മുടെ പേരൻറ്റെങ്കിലും എന്ന പ്രശ്നം ഉണ്ടാ, കുഞ്ഞു കിടന്ന് വാശി പിടിക്കും, എനിക്കത് വേണം.
എനിക്ക് ആ ടോയ് വേണം, ഇപ്പം തന്നെ എനിക്ക് വേണം. നമ്മൾ ആദ്യം പറയും വേണ്ട, ഇപ്പം വാങ്ങിക്കാൻ പറ്റത്തില്ല. അവൻ കിടന്ന് കരയും, തറയെ കിടന്ന് ഉരുളും, ചിലപ്പോൾ സെൽഫ് ഹാം ചെയ്യും, അടിക്കും ഇടിക്കും, നമ്മളെ ഇടിക്കും. അപ്പം നമ്മൾ എന്ത് പറയും, പണ്ടാര ശല്യം, അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. അവിടെ എന്താണ്, നോ ഇല്ല, ദേ ആർ നോട്ട് ഫേസിങ് നോ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ നോ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവർ കാണിക്കട്ടെ, കുഞ്ഞുങ്ങളല്ലേ, അവർ ടെമ്പർ ടാൻട്രംസ് കാണിക്കും, അവരവരുടെ അഭ്യാസങ്ങളൊക്കെ കാണിക്കട്ടെ. അപ്പോൾ പറയാം, നീ അഭ്യാസം കാണിക്കുന്നതിനനുസരിച്ച് നിനക്കത് കിട്ടാനുള്ള പോസിബിലിറ്റി കുറയും. ഇന്ന് നമ്മൾ എന്തായാലും അത് വാങ്ങുന്നില്ല, അതിന് പകരം നമുക്ക് പാർക്കിൽ പോകാം, 2 ദിവസം കഴിഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കുക. വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റീസൺ പറയുക, ഇപ്പം അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇപ്പം അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കാം. ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളൊരു റീസൺ പറയുക. അവർക്ക് റീസൺ കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഓക്കെ. കാരണം വൈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളാണല്ലോ. റീസൺ കിട്ടിക്കഴിയുമ്പോൾ അവർ ഓക്കെയാണ്. സോ ദിസ് ഈസ് ദ വേ യു ഹാവ് ടു ട്രെയിൻ നോ. നമ്മൾ എപ്പോഴും ഫാമിലിയിൽ റൂൾസും ബൗണ്ടറീസും വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത്തെ കാര്യമാണ് പേഷ്യൻസ്. പേഷ്യൻസ് ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, അതായത് അവർക്ക് ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും നമ്മളതിനെ. പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുക എല്ലാ കാര്യങ്ങളും. എൻ്റെ കുഞ്ഞൊന്നിനും കഷ്ടപ്പെടരുത്, അല്ലെ അവൾ ഒരു പ്രയാസം അനുഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ വാട്ട് വി ആർ ഡൂയിങ് ഇസ് റോങ്. അവർ ആ പേഷ്യൻസ് പഠിക്കണം. ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ പ്രണയപ്പകയൊക്കെ, ഒരു പെൺകുട്ടിയോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആസിഡ്, പെട്രോള്, വടിവാള്, വെട്ടുകത്തിയൊക്കെ ആയിട്ട് വരും. വൈ? ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ടു ഫേസ് നോ. അവർക്ക് പേഷ്യൻസും ഇല്ല. പണ്ടൊക്കെ ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, അല്ലേ? ആരും എഴുതിയിട്ടില്ല? ഓ, ചാച്ചനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? യാ, അപ്പം പേഴ്സണലി നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ ലവ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ സാധാരണ കേട്ടിട്ടുള്ള എന്താണ്? ലവ് ലെറ്റർ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എനിക്ക് ഇല്ല ഉള്ള കാര്യം തുറന്നു പറയാണ്, കളവൊന്നുമില്ല അതിനകത്ത്. ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രേമങ്ങളും കാര്യങ്ങളും, പിന്നെ മുറപ്പെണ്ണിനോടുള്ള സ്നേഹം, ഒളിച്ചും പാത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, സ്നേഹം പങ്കിടുക, അതൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ചെയ്തിട്ടുണ്ട്, അവസരങ്ങളുണ്ടായിരുന്നു. അന്ന് കൂട്ടുകുടുംബമാണെന്നുള്ള ഓർത്തോണം. അന്ന് അവധിക്കാലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പം അവിടെ നമ്മളെ മുറപ്പെൺകുട്ടികളും കാണും. അവിടെ കൂടെ തമാശ കളിച്ചിട്ട് ഒരു കല്യാണം കളിക്കും. ഞങ്ങൾ കല്യാണം കഴിച്ച് കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ചെയ്യുന്ന കളികളാണ്. ഓപ്പണായിട്ട് നോക്കുമ്പോൾ തമാശയായിട്ട് തോന്നുള്ളൂ, പക്ഷെ അതിന് പിന്നിൽ എന്തൊക്കെയാണ് നമ്മുടെ ബ്രെയിൻ പറയുന്നത് എനിക്ക് അറിയില്ല. അതൊന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു ഒരു എഴുതി വെച്ചത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. എഴുത്ത് കൊടുക്കുന്ന ആദ്യമാണ്. വീടിന് മുന്നിൽ കൂടി നല്ല സുന്ദരി ഒരു കുട്ടി, സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. പോകും, എപ്പോഴും കാണുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കും, ചിരിക്കും. ഈ ചിരി ഇങ്ങനെ മുഖം താത്തിയോട്ട് നടപ്പൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. ഇത് ഞാനൊരു എഴുത്തെഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട ഷംന, ഇതാണ് ഞാൻ എഴുതിയ വരികളെയും പറയാണ്. പ്രിയപ്പെട്ട ഷംന, നിന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അങ്കുരിച്ച ഒരു വികാരമാണ് നിന്നോടുള്ള സ്നേഹം. നിന്നോട് തുറന്നു പറയാൻ എനിക്ക് മനസ്സ് അനുവദിച്ചിട്ടില്ല. ഈ ഒരു എഴുത്ത് മറ്റൊരാളെയും കാണിക്കരുത്, അറിയിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വേറൊരാൾ വഴി ആ ലെറ്റർ കൊടുത്തു. എനിക്ക് ഒരു മറുപടിയില്ല, ഒന്നുമില്ല. കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ആ എഴുത്ത് എനിക്ക് തിരിച്ചു കിട്ടി. അതാണ് ആദ്യത്തെ എഴുത്തിനുള്ള എന്റെ മറുപടി. തിരിച്ചുണ്ടോ? അപ്പോ സീ ദ സ്ട്രഗിൾ നോക്കി. അന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഒരു ഇഷ്ടം തുറന്ന് പറയണമെങ്കിൽ തന്നെ അതിന്റെ പിന്നിലെ ആ സ്ട്രഗിൾ കണ്ടോ. അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും അങ്ങളുടെ തന്നെ എത്തി. ഓക്കെ. അപ്പം പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെറ്റർ എഴുതി, ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ലെറ്റർ എഴുതി, ചിലപ്പം കൂട്ടുകാരൻ്റെ കൈ കൊടുത്തു വിടും. ഹംസം, ദൂത അയക്കുന്ന സെറ്റപ്പ്. പിന്നെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂട്ടുകാരിയുടെ കയ്യിൽ കൊടുത്തു വിടും. അവിടെ വി ആർ വെയിറ്റിംഗ്. ഇപ്പം നിസ്താരങ്ങൾ പറഞ്ഞപ്പോഴാണെങ്കിലും അവിടെ ഒരു പേഷ്യൻസ് ഉണ്ട്. റിപ്ലൈ എന്തെങ്കിലും കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്, അത് നോ ആവാനും സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഇൻഡയറക്ട്ലി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താ? പേഷ്യൻസ്. ചിലപ്പോൾ ലെറ്റർ അവളുടെ കിട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല, റിപ്ലൈ വരുമോ അറിയില്ല. അവിടെ പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ ജനറേഷനിലോ ഒരു കുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആരാന്ന് പോലും അറിയില്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോയി ചുമ്മാ പേരടിച്ചു കൊടുത്താൽ കിട്ടും ഇഷ്ടം പോലെ.
ശ്രുതി ഇഷ്ടംപോലെ ശ്രുതി കാണും, ഇഷ്ടംപോലെ രമ്യ കാണും, ഇല്ലേ? അവിടെ പോയി പേരടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് വിൽ ഗെറ്റ് ദാറ്റ് പേഴ്സൺ. ഒരു മെസ്സേജ് അങ്ങ് അയക്കുക, ഐ ആം ഫോളോയിങ് ഫോർ യു അല്ലെങ്കിൽ ഐ ലവ് യു, കഴിഞ്ഞു. റിപ്ലൈ 10 സെക്കൻഡ് പോലും കിട്ടത്തില്ല. അപ്പോൾ തന്നെ നോ വേണമെങ്കിൽ നോ, യെസ് ആണെങ്കിൽ യെസ്. നമുക്കറിയാം. വേർ ഇസ് ദ പേഷ്യൻസ്? പേഷ്യൻസ് ഇല്ല. കുട്ടികൾ പേഷ്യൻസ് പഠിക്കുന്നില്ല. സോ വി ഹാവ് ടു ട്രെയിൻ ദം പേഷ്യൻസ്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ടാക്ടിക്സ് ഉണ്ടല്ലോ, അതായത് നോ പറയുക. ഇന്ന് എന്തായാലും വാങ്ങിക്കുന്നില്ല, 2 ദിവസം കഴിയുമ്പോൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ നിനക്ക് ബർത്ത്ഡേ വരുമല്ലേ അന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് തരാം. അപ്പം എന്താണ് അവിടെ 2 കാര്യങ്ങൾ അവർ പഠിക്കുന്നത്. ഒന്ന്, അവർ നോയും പഠിക്കും, പേഷ്യൻസും പഠിക്കും. ദേ വിൽ ബി വെയിറ്റിംഗ്. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ എനിക്കത് കിട്ടും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എനിക്കത് വാങ്ങിത്തരും. ദിസ് ഇസ് ദ വേ വി ഹാവ് ടു ട്രെയിൻ ദം. നെക്സ്റ്റ്, ഡിഫിക്കൽട്ടി ഹാൻഡിലിംഗ് ക്രിറ്റിസിസംസ്. ഇപ്പം റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു കോളേജിൽ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് എന്തൊക്കെയോ സീനായിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഇൻസിഡൻസ് കേൾക്കാറുണ്ട്. ഈവൻ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ പോലും നമുക്ക് ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് എന്തെങ്കിലും പറയാൻ പേടിയാണ്. ദേ ആർ വെരി സെൻസിറ്റീവ്. ഒരു കാര്യം നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ പേരൻറ്റ് വിളിക്കും, എൻ്റെ കൊച്ചിനെ അത് പറഞ്ഞു, എന്തോ മിസ്സേ ഇങ്ങനെ കാണിക്കുന്നേ, എൻ്റെ കൊച്ചിന് അങ്ങനെയാണ്, എൻ്റെ കൊച്ചിന് ഇങ്ങനെയാണ്. ഹൂ ഇസ് റോങ് ദെയർ? ആ കുട്ടിയാണോ പേരൻ്റ് ആണോ? ദേ ആർ നോട്ട് റെഡി ടു ഫേസ് ക്രിറ്റിസിസം. നീ നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം എന്ന് ഇപ്പം നമ്മളൊരു കുട്ടിയോട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ആ കുട്ടി പറയുന്നത്, ആ ടീച്ചറിന് എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എന്നോട് എന്തോ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്, ഇനിയും മുതൽ ഞാൻ ആ മാമിൻ്റെ ക്ലാസ്സിൽ ഇരിക്കത്തില്ല. വൈ ദേ ആർ ലൈക്ക് ദാറ്റ്? ക്രിറ്റിസിസം ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മിസ്റ്റേക്സ് ആർ വെരി കോമൺ. ഇതിപ്പം എത്ര വലുതായെന്ന് പറഞ്ഞാലും എത്ര എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും മിസ്റ്റേക്സ് പറ്റും. നോർമലൈസ് ദാറ്റ്. മിസ്റ്റേക്സ് പറ്റുന്നത് മനുഷ്യ സഹജമായ കാര്യമാണ്. ഇനി മിസ്റ്റേക്ക് പറ്റുമ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, പോയിന്റ് ഔട്ട്, ദിസ് ഇസ് എ മിസ്റ്റേക്ക് ദാറ്റ് യു ഹാവ് ഡൺ, ഇത് നീ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ ഒച്ച ഉണ്ടാക്കിയ വഴക്ക് പറഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അടി കൊടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ് ദം, ഗൈഡ് ദം. അതുപോലെ അപ്രീസിയേഷൻ. എപ്പോഴും നമ്മൾ കേൾക്കുന്നവരെ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓവർ അപ്രീസിയേഷൻ ആയാലും ഇവർ ക്രിറ്റിസിസം സെൻസിറ്റീവ് ആയിരിക്കും. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ദിൽ ബി വെരി സെൻസിറ്റീവ്. അവർക്ക് അപ്രീസിയേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ അച്ഛനും അമ്മ എന്നെ അപ്രീഷിയേറ്റ് ചെയ്താൽ വളർത്തിയേ. പുറം ലോകത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ ക്രിറ്റിസിസം ഫേസ് ചെയ്യുമ്പോൾ അവർ ഓക്കെ അല്ല. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരൊരു ടാസ്ക് ചെയ്യുവാണെങ്കിൽ അതിനവരിട്ട എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, റിസൾട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യരുത്. 99 മാർക്ക് ഒരു കുട്ടി വാങ്ങി, ഓ യു സ്റ്റഡീഡ് വെൽ, വെരി ഗുഡ്. 99 കിട്ടിയതിലല്ല, ഈവൻ 40 കിട്ടിയാലും നീ എഫേർട്ട് ഇട്ടല്ലോ, നീ പഠിക്കാൻ ശ്രമിച്ചല്ലോ, ഗുഡ്, നമുക്ക് അടുത്ത പ്രാവശ്യം ബെറ്റർ ആയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഒരു കുട്ടി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഓ 99 വാങ്ങി എൻ്റെ മോൻ, നിനക്ക് ഇത് വാങ്ങിച്ചു തരാം, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. ക്രിട്ടിസൈസ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. ദ നെക്സ്റ്റ് തിങ് ഇസ് ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജി. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജി വരുന്നത്? ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സ്മാർട്ട് ഫോണിലൊക്കെ ആയിരിക്കും, നമുക്കറിയാം. സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ അവരെന്ത് ചെയ്യും? ബാഗ് മാറ്റിയിടും, ഫോണിൽ കയറും. വൈ ദേ ബിക്കെയിം ലൈക്ക് ദാറ്റ്? ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി സ്മാർട്ട് ഫോൺ മാറ്റി വെക്കാനും ഗാഡ്ജറ്റ്സ് മാറ്റി വെക്കാനും ഒന്നും കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നീഡഡ് ഇൻ അവർ സൊസൈറ്റി. അവർക്ക് അതില്ലാതെ അവരുടെ സ്റ്റഡീസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഓവർ യൂസ് ആവുന്നു എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം വി ക്യാൻ ഒബ്സർവ്, നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു 5 മിനിറ്റ് ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവരത് ഒരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് സണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും അവൻ നിർബന്ധവും അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് ചേഞ്ചായി. ഒരു 4-5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളം പാട്ടൊക്കെ പാടിയിടുന്ന കുട്ടിയാണ്. പിന്നെ മലയാളം പാട്ടിനോട് താല്പര്യമില്ലാതായി. ഈ കോമിക്സും കാര്യങ്ങളെല്ലാം സ്ക്രീൻ കണ്ടു കഴിഞ്ഞപ്പം അവൻ ആ ലോകത്തായി. ആ ക്യാരക്ടേഴ്സിനോട് അവൻ രൂപം പ്രാപിച്ചു തുടങ്ങിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അതേ രീതിയിലാണ്. അതിനകത്ത് പിന്നെ പിന്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാൾ വേറൊരാളാണ്. അവന് ഭയങ്കര സങ്കടമാണ്. കാരണം അപ്പൂപ്പനല്ലേ വഴക്ക് പറയുന്നത്. അപ്പോൾ കുറേ മിണ്ടൂല, റെസ്റ്റ്ലെസ് ആയിട്ട് അവൻ വിരലെല്ലാം ഇട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മോൾക്ക് പേടിയാണ്.
ഉപ്പ വഴക്ക് പറയില്ല, ഉപ്പ വഴക്ക് പറയില്ല, കാരണം അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു. പക്ഷേ ഞാനപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ സ്വഭാവം ഞാൻ മാറ്റി. അവനോട് കുറേ ഫ്രണ്ട്ലി ആയി, എപ്പോഴും ചേർത്ത് ഹഗ് ചെയ്തു. വരുമ്പോഴെന്തെങ്കിലും സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവരുമ്പം അവൻ ഉപ്പ എന്ന് പറഞ്ഞ് ഓടി വരും. അതിലേക്ക് മാറ്റി. ഇപ്പോഴും മൊബൈൽ കയ്യിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവൻ റെസ്റ്റ്ലെസ്സാണ്. അവൻ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കും, മുഖം ചൊറിയും. ഇത് കുട്ടിയുടെ കാര്യം ഞാൻ പറയണേ, എൻ്റെ ചെറുമോൻ്റെ കാര്യം പറയണേ. വണ്ടിയിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ 10 മിനിറ്റ് മോൻ കയ്യും കാലും അനക്കാതെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉപ്പ ഒരു 10 റിയാൽ ഗിഫ്റ്റ് വരും മോനെന്ന് പറഞ്ഞു. ചലഞ്ച് ഞാൻ പറഞ്ഞു. അവൻ 10 മിനിറ്റ് സമയം കാണിച്ചു കൊടുത്തു. അവൻ 10 മിനിറ്റ് മിണ്ടായിരുന്നാൽ 10 റിയാൽ ഞാൻ അവന് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ കൈയടിച്ചു. അവൻ്റെ സന്തോഷത്തിന് ഒരു അതിരില്ല. ഫസ്റ്റ് ടൈം വിന്നറാണോ 10 റിയാൽ കോട്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഉപ്പ ആയി ചലഞ്ച് ചെയ്യുന്നു എന്നെ വിളിക്കാൻ. ഐ വിൽ ഗിവ് യു 2 റിയാൽ. ഉപ്പ വിൽ അക്സെപ്റ്റ്, ഐ എം റെഡി ടു ബെറ്റ് വിത്ത് യു. ഞാൻ പിന്നെ എൻ്റെ മോനെ 2 റിയാൽ ബാലൻസ് ഐ നീഡ് ഇറ്റ്. അങ്ങനെ നമ്മൾ ആക്കിയെടുക്കണം കുട്ടികളെ. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കും. ഞാൻ എൻ്റെ ചെറുമാൻ്റെ കാര്യം പറയണേ, നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാനേ പാടില്ല. അതിനൊരു പ്രത്യേക ഒരു അപ്രോച്ച് ഇല്ലെങ്കിൽ കുട്ടികൾ റെസ്റ്റ്ലെസ് ആവും. അപ്പൂപ്പൻ എന്ന് പറഞ്ഞ സ്വപ്നം ഉണ്ടല്ലോ, ഒരു ഭീകര ജന്തുവായിട്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഫ്യൂച്ചറിൽ ആ കുഞ്ഞിനൊരു ട്രോമ പോലെ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ആ ഒരു പിക്ചർ ആയിരിക്കും, എന്തോ ഒരു ഭീകരജീവി. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു സാധനം വരുന്നു എന്നുള്ളതാണ് ഞാനിപ്പം ഡിസ്കസ് ചെയ്യാൻ പോയത്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ എൻഗേജ്ഡ് ആക്കിയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ഒരു സെനേറിയോയിൽ ഇപ്പം ഫാദർ വർക്കിംഗ് ആയിരിക്കും, മദർ വർക്കിംഗ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ കൂടെ കളിക്കാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. സോ വാട്ട് ആക്ച്വലി പാരൻസ് ഡു ഇസ്, അവൻ എൻഗേജ്ഡ് ആയിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ അവൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗാഡ്ജറ്റ് കൊടുക്കും. PS4, PS5, ഗെയിമിങ്, ഓൺലൈൻ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കും. ലെറ്റ് ദം ബി എൻഗേജ്ഡ്. ഞങ്ങൾക്ക് എന്തായാലും ടൈം കൊടുക്കാൻ പറ്റുന്നില്ല, അവൻ എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. വാട്ട് വി ആർ ഡൂയിങ് ഇസ് റോങ് ഇൻ ദാറ്റ് വേ. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം കുഞ്ഞ് അതിലേക്കായി പോവാണ്. തിങ് ഇസ് ദ ബ്രെയിൻ ഇസ് ഗെറ്റിംഗ് മോർ എൻഗേജ്ഡ് വിത്ത് ദീസ് തിങ്സ്. സ്മാർട്ട് ഫോൺ, ബ്ലൂ ലൈറ്റ്, സ്ക്രീൻ ടൈം എല്ലാം ആയിട്ട് അവർക്കൊരു റിയൽ ലൈഫ് എക്സ്പോഷർ കിട്ടുന്നില്ല, സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആണ്. എനിക്ക് കളിക്കാൻ തോന്നുന്ന സമയത്ത് PS4 ഇസ് ദെയർ, എടുക്കുക, കളിക്കുക. ഇപ്പോഴാണെങ്കിൽ മറ്റേ PUBG, ഫ്രീ ഫയർ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങ് UK ഇരുന്നിട്ടും നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഓൺലൈനായിട്ട് കളിക്കാം. ബട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തൊട്ടേ ഒരു ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ടൈം കുറച്ച് വെക്കുക. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ന്യൂലി മദേഴ്സ് ഉണ്ടല്ലോ, അവരോടൊക്കെ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് പ്ലീസ് ഡോണ്ട് ഗീവ് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അവരുടെ വിഷൻ ഡെവലപ്മെൻറ്റും ക്രൂഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ ഒരു 5 വർഷമാണ്. അത്രയും സമയം നിങ്ങൾ ദയവ് ചെയ്ത് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കൊടുക്കാതെ, ഓക്കെ ലെറ്റ് ദം സീ കാർട്ടൂൺസ്, ലെറ്റ് ദം ലേൺ, പക്ഷെ അതിനെല്ലാം നമ്മളൊരു ലിമിറ്റ് വെക്കണം, ഒരു കൺട്രോൾ വെക്കണം. നെവർ എക്സ്പോസ് ദം ടു ദ ഗെയിംസ്. ഇപ്പം ഗെയിം കളിച്ചോട്ടെ, കുഞ്ഞ് അങ്ങനെ കളിച്ചോട്ടെ, സ്ക്രീൻ കണ്ടോട്ടെ, ഡോണ്ട് ഡൂ ദാറ്റ്. അത് ഞാൻ പേഴ്സണലി അറിയാവുന്ന എല്ലാ കുഞ്ഞി മക്കളുടെ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കിപ്പോൾ കുഞ്ഞിലേ അങ്ങനെ കുഞ്ഞിന് ഫോൺ കൊടുത്ത് അല്ലെങ്കിൽ ഗെയിമിങ്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മേ ബി ആ കുട്ടി ഒരു ടീനേജോ അല്ലെങ്കിൽ ഒരു 17-18 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, ഓക്കെ ഹീ ഈസ് ഹാവിങ് അഡിക്ഷൻ. അവൻ സ്മാർട്ട് ഫോൺ ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അവന് ഗെയിമിംഗ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഉണർവ് വരും, ഓക്കെ ഇനിയിപ്പോൾ ഇത് മാറ്റണം. അങ്ങനെ മാറ്റാൻ പറ്റുമോ? അത് നമ്മളപ്പോൾ പറയും നീ ഇനിയും ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ വെക്കും, നമ്മൾ ഡിന്നർ ടൈമിലും അല്ലാത്ത ടൈമിലും ഒന്നും ഫോൺ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ യൂസ് ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇപ്പം നിസ്താരങ്ങൾ പറഞ്ഞ പോലെ they will become restless. വൈ? ഇത്രയും വർഷം ആ കുഞ്ഞ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞാണ്. അതിൻ്റെ ബ്രെയിനിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉണ്ടല്ലോ, ദ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹാപ്പിനെസ്. നമ്മൾ എക്സൈറ്റഡ് ആകുമ്പോഴും നമ്മൾ സന്തോഷം വരുമ്പോഴും എല്ലാം നമ്മുടെ ബ്രെയിനിൽ സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ് ഡോപ്പമൈൻ. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. വൈ? വി ഹാവ് ഡോപ്പമൈൻ സെക്രീഷൻ ഇൻ അവർ ബ്രെയിൻ. കുറച്ച് നാളുകൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും, നല്ല ഫേസ് ഒക്കെ കണ്ട് രണ്ടുപേരും എക്സ്ട്രീംലി ഹാപ്പി. പിന്നാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത്. വൈ? ബിക്കോസ് ഡോപ്പമൈൻ ഹൈ ആണ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ. പുതിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രോബ്ലംസ് വരാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും, ഈ ഡോപ്പമൈൻ പയ്യെ താഴെ വരും, നമ്മുടെ ഹാപ്പിനെസ് കുറയും. അപ്പം നമ്മൾ പാർട്ട്ണറിൽ നോക്കുമ്പോൾ എന്താ, ഓ അവൻ ചെയ്ത് ശരിയായില്ല, അവൾ എന്താ അങ്ങനെ സംസാരിക്കുന്നത്, ഇഷ്യൂസ് ഉണ്ടാവാൻ തുടങ്ങും. സെയിം തിങ് വർക്ക്സ് വിത്ത് ഫോൺ.
നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം അഡൾട്ട്സ് ആയിക്കോട്ടെ, ഇപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണെങ്കിലും റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സമയം പോകുന്നേ അറിയത്തില്ല. ഇങ്ങനെ തോണ്ടി 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 അടുത്ത റീല്, ഇങ്ങനെ അടുത്ത റീല്. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈനാണ് വരുന്നത്. നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഇതേ കാര്യം തന്നെ കൊച്ചിലേ മുതലേ ഒരു കുഞ്ഞിന്റെ ബ്രെയിനിൽ ഈ ഡോപ്പമൈൻ എക്സസീവ് എമൗണ്ടിൽ സെക്രീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അവനോട് ഫോൺ മാറ്റി വെക്കാൻ പറയുമ്പോൾ ഇപ്പൊ നിസ്താരങ്ങൾ പറഞ്ഞ പോലെ കുഞ്ഞ് റെസ്റ്റ്ലെസ് ആവുന്നത് എന്തുകൊണ്ടാ? സഡൻലി ആ ഡോപ്പമൈൻ ഡ്രോപ്പ് ആവുക. ദ ബ്രെയിൻ ഇസ് സേയിങ് എനിക്കിനി ഡോപ്പമൈൻ വേണം, ഐ വോണ്ട് ടു ബി ഹാപ്പി, ഐ വോണ്ട് ടു ബി എക്സൈറ്റഡ്. ബ്രെയിൻ അതിനുവേണ്ടി ക്രേവ് ചെയ്യുക. സോ നമ്മൾ ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഒത്തിരി ഏജ് ആയതിനു ശേഷം നീ ഫോൺ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹിസ് ബ്രെയിൻ ഇസ് പ്രിപ്പയർഡ് ഇൻ ദാറ്റ് വേ. സോ ഓൾവേസ് വാട്ട് വി ഹാവ് ടു സേ, സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. അതായത് ഒരു 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം സ്ക്രീൻ ലൈറ്റ് എക്സ്പോഷർ കൊടുക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് മിൽക്ക് ഫീഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അമ്മമാർക്കും അറിയില്ലായിരിക്കും എന്തൊക്കെ ഫുഡാണ് കുഞ്ഞ് കഴിക്കുന്നത്, അതിന് എന്ത് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഉള്ളത്. ദേ വിൽ ബി ഓൾസോ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കുഞ്ഞെങ്ങനെയും കഴിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോൺ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ TV വെച്ച് കൊടുക്കും. അപ്പം എന്താ, കുഞ്ഞ് ഡിസ്ട്രാക്റ്റഡ് ആണ്, കഴിക്കുന്ന കാര്യം കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല, കുഞ്ഞ് എങ്ങനെയും അതങ്ങ് കഴിക്കും. പക്ഷേ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഐ ഹാവ് എ മെമ്മറി, ലൈക്ക് എങ്ങനെയാണ് അമ്മ ഫീഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എനിക്ക് പഴയ ആൻറ്റിമാരിൽ അറിയാം, ശാലറ്റാൻറ്റി എങ്ങനെ സാൻഡ്ര പണ്ട് കുഞ്ഞായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. സ്മാർട്ട് ഫോണൊന്നുമില്ല, പുറത്തൊക്കെ കൊണ്ടുനടന്ന് കാഴ്ചയൊക്കെ കാണിച്ച്, പുറത്തൊക്കെ കൊണ്ടുപോയി കാക്കയെ കാണിച്ച്, പൂച്ചയെ കാണിച്ച്, അതിനെയൊക്കെ കാണിച്ച്. അതുപോലെ എൻ്റെ മെമ്മറിയിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ ചോറ് ഉരുട്ടി വെക്കും, എന്നിട്ട് പറയും ഇത് കാക്കമുട്ടയാണ്, ഇത് ആനമുട്ടയാണ്. കാക്കമുട്ടയാണോ ആനമുട്ടയാണോ ആദ്യം കഴിക്കുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ കണ്ണടയ്ക്കും, ഏതാദ്യം കഴിക്കുന്നത്? ആദ്യം കാക്കമുട്ട എടുത്ത് കഴിക്കും. സോ ദീസ് ഓൾ ആർ ദ ടാക്ടിക്സ് വി ക്യാൻ യൂസ്. എന്തിനാ കുഞ്ഞിന് സ്ക്രീൻ വെച്ച് കൊടുക്കുന്നത്? ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കുഞ്ഞ് ചിന്തിക്കുന്നു കാക്ക മുട്ട ഇടും എന്നുള്ളൊരു സംഭവം. പിന്നെ ഇനി അഥവാ അവർ കഴിച്ചില്ലെന്നിരിക്കട്ടെ, സ്ക്രീൻ വെച്ച് കൊടുത്ത് അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കണ്ട. അവർ മനുഷ്യ കുഞ്ഞുങ്ങളാണ്, അതിന് നോർമലായിട്ടുള്ള ഹങ്കർ വരും. വിശക്കുമ്പോൾ നമ്മൾ പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളൂ. സ്ക്രീൻ കാണിച്ച് നമ്മൾ ഫോഴ്സ് ചെയ്ത് അതിന് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ. യെസ്, അപ്പം ഇനി ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ദ ജനറേഷൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പോലെ ഓരോ കാലഘട്ടത്തെ കാര്യങ്ങളാണ്. ദ സൈലന്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മഹാത്മാഗാന്ധി, നെഹ്റു ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം. അതായത് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്ന, ഇൻഡിപെൻഡൻസിന് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരുന്ന സമയം, വേൾഡ് വാർ ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയം, ആ സമയത്തുള്ള ജനറേഷനിലെ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ സർവൈവലായിരുന്നു അവരുടെ ഇമ്പോർട്ടൻസ്. എങ്ങനെയെങ്കിലും ഈ ലോകത്ത് സർവൈവ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അവിടെ അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല, എങ്ങനെയെങ്കിലും ജീവിക്കുക. അത് കഴിഞ്ഞ് വന്നതാണ് ബേബി ബൂമേഴ്സ്. അതെന്ന് പറയുമ്പോൾ ദ നെക്സ്റ്റ് ജനറേഷൻ ആഫ്റ്റർ വാർ, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ്, അതായത് ഒരു 47 കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വന്ന ജനറേഷനാണ്. അവരെന്ത് ചെയ്തു? അവരൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് സർവൈവ് ചെയ്തു, നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ജീവിക്കാനുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. ഫാമിലി വാല്യൂസ് ഉണ്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. മറ്റേ കൃഷിയിടങ്ങളിൽ ഇറങ്ങി പണിയെടുത്ത് കിളച്ച് കൊയ്ത് ആ ഒരു കാലഘട്ടം. ദെൻ കെയിം ദ ജനറേഷൻ എക്സ്. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഈ ജനറേഷൻ എക്സിൽ പെട്ട ആൾക്കാരുണ്ടാവും ഇവിടെ. ദാറ്റ് ഇസ് ഫ്രം 65 ഓൺവേർഡ്സ്. അവർ മെയിൻലി, അവർക്കിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അവർ കുറച്ചുകൂടെ സെൽഫ് റിലയൻ്റ് ആയി തുടങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ കാര്യം നോക്കി, അല്ലെങ്കിൽ എനിക്കൊരു സെൽഫ് ഇൻഡിപെൻഡൻസ് വേണം, എൻ്റെ ഫാമിലിയെ നോക്കണം, എനിക്കൊരു ഫാമിലി വേണം, എൻ്റെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം. ഈ വാല്യൂസും കാര്യങ്ങളും, അതായത് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റും ട്രഡീഷനും ഒരുമിച്ച് കണ്ടൊരു ജനറേഷനാണ് ഈ ജനറേഷൻ എക്സ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന അങ്കിളുമാരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം യു നോ വാട്ട് ഇസ് ദ AI എറ, വാട്ട് ഇസ് ദ ഇൻ്റർനെറ്റ് എറ, വാട്ട് ഇസ് ദ ട്രഡീഷണൽ എറ. ഇതെല്ലാം കണ്ടിട്ടുള്ള ജനറേഷനാണ് ജനറേഷൻ എക്സ്.
ദെൻ കെയിം മിലേനിയൽസ്, അതായത് ഒരു 1980s, ആ ഒരു കാലഘട്ടം, 81 തൊട്ടുള്ളൊരു കാലഘട്ടമാണ്. അവർ കൂടുതൽ ഇൻ്റർനെറ്റൊക്കെ സ്റ്റാർട്ടിങ്, മറ്റേ യാഹൂ, ജിമെയിലില്ല, യാഹൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, ഓർക്കുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടം, യാഹൂ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം. സോ ഇൻ്റർനെറ്റ് എന്താണ്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയ ഒരു ജനറേഷൻ ആയിരുന്നു. അവരും അത്യാവശ്യം ഫാമിലി വാല്യൂസിനും കാര്യങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ജനറേഷനാണ്. ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ദ ഷിഫ്റ്റ് സ്റ്റാർട്ടഡ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ദ ജെൻ സി, ഇപ്പം എല്ലാവരും പറയുന്നത് ജെൻ സി കിഡ്സ്, ന്യൂ ജനറേഷൻ കിഡ്സ്. ഞാനൊക്കെ ഈ ജെൻ സിയിൽ പെട്ട കൂട്ടത്തിലെ ആൾക്കാരാണ്, ജെൻ സി കിഡ്സ്. സോ ഇവർ, അതായത് നമ്മൾ പറയത്തില്ലേ 2000-ന് ശേഷം ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്, അതായത് ഇപ്പോൾ മിലേനിയൽസിനെ എടുത്ത് നോക്കിയാലും ജനറേഷൻ എക്സ് എടുത്ത് നോക്കിയാലും അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഇല്ല. പക്ഷേ ഈ ഒരു കാലഘട്ടം തൊട്ടാണ് ടെക്നോളജി വല്ലാണ്ട് അങ്ങ് വളരാൻ തുടങ്ങി. സോ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് വളർന്ന കുട്ടികളാണ്, ഈവൻ ഇൻക്ലൂഡിങ് മീ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് അനുസരിച്ച് വളർന്ന കുട്ടികളാണ് ഇവർ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കുഞ്ഞുമക്കൾ, ജെൻ ആൽഫ. ഇവരെ സത്യം പറഞ്ഞാൽ ഇവർ AI-യുടെ യുഗത്തിൽ, AI സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, പക്ഷേ AI-യുടെ എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും, സ്മാർട്ട് ഫോൺസിൻ്റെ എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവരാണ്. ദാറ്റ് ഈസ് ജെൻ ആൽഫ. ഇനിയും 2025-ന് ശേഷം ഉണ്ടായ കുട്ടികളാണെങ്കിൽ ജെൻ ബീറ്റയാണ്. ജെൻ ബീറ്റ കാറ്റഗറിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡീസ് അനുസരിച്ച് പറയുന്നത്, ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ പണ്ട് പറയത്തില്ലേ ചിമ്പാൻസി, മറ്റേ ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് മനുഷ്യൻ, അതുപോലെ ഇപ്പോഴും നമുക്ക് ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ റീസെൻറ്റ് സ്റ്റഡീസ്, ഈ ജെൻ ബീറ്റ കുട്ടികളുടെ ബ്രെയിൻ CC കപ്പാസിറ്റി നമ്മളെക്കാട്ടിലും കൂടുതലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ റീൽസിലൊക്കെ കാണാം കൊച്ചു പിള്ളേർ, ഇപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ അവർ ഭയങ്കര ആക്റ്റീവാണ്, ഒരു ഷൈനെസ് ഇല്ല. ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ വലിയവർ ഡാൻസ് കളിക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യും, അവർക്കൊരു ഇതില്ല. വൈ? ദീസ് ഓൾ ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ ബയോളജിക്കലി നമുക്ക് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻസിൻ്റെ ബ്രെയിൻ CC 1400 cc ആണ് വരുന്നത്. ഈ ജെൻ ബീറ്റ കുട്ടികളുടെ CC അതിലും കൂടുതലാണ്. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 1800 cc വരെ ആവുന്നുണ്ട്. അതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ ആ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ട്രഡീഷണൽ പാരൻറ്റിങ് മെത്തേഡും വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവുമോ? ഞാനിങ്ങനെ വളർന്നത് അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ വളരാമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അവർ അക്സെപ്റ്റ് ചെയ്യില്ല. സോ വി ഷുഡ് ഓൾസോ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ചിൽഡ്രൻ. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ദ ഇമോഷണൽ നീഡ്സ് ഓഫ് ചൈൽഡ്. ആസ് എ പാരൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതിനകത്ത് ഒന്നാമത് കിടക്കുന്നതാണ് ലവ്. ലവ് എന്ന് പറയുമ്പോൾ എവറി പാരൻറ്റ് ലവ് ദെയർ ചൈൽഡ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലാതിരിക്കത്തില്ല, ഒരിക്കലും ഒരു പാരൻറ്റിന് സ്വന്തം കുഞ്ഞിനെ ഇഷ്ടമല്ലാതിരിക്കത്തില്ല. പക്ഷേ ദേ ഷുഡ് ഫീൽ ദാറ്റ് എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവർക്ക് ഫീൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, എനിക്കറിയായിരുന്നു നീ ചെയ്താൽ ശരിയാവത്തില്ല എന്ന്. ഡു ദേ ഫീൽ ദാറ്റ് ലവ്? നോ, ദേ ഷുഡ് ഫീൽ ദാറ്റ് ലവ്. അവർ മിസ്റ്റേക്സ് ചെയ്യട്ടെ. മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിലാണ് നമ്മൾ പണിഷ്മെൻറ്റ് ടെക്നിക്സിലോട്ട് പോകുന്നത്. ഇപ്പം ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്യേണ്ട മെത്തേഡാണെന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. ബിഫോർ ദാറ്റ് വി ഹാവ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് വിത്ത് ലവ്, വിത്ത് ദാറ്റ് വാംത്ത്. അവർക്കത് ഫീൽ ചെയ്യണം. നീ മിസ്റ്റേക്സ് ചെയ്തു, ഓക്കെ, കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ, ഇറ്റ് ഹാപ്പൻസ്, അടുത്ത പ്രാവശ്യം നമുക്ക് കറക്റ്റ് ചെയ്യാം. ദേ ഫീൽ ദാറ്റ് ലവ്, ആ ഒരു വാംത്ത് ഫീൽ ചെയ്യും. രണ്ടാമത്തേതാണ് അപ്രീസിയേഷൻ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്രീസിയേഷൻ ഇസ് നീഡഡ് ടു എ ലിമിറ്റ്, നോട്ട് ഓവർ. പണ്ടത്തെ കാലത്ത്, ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർക്കറിയാം, ചിലപ്പോൾ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല ആ ഒരു ജനറേഷനിൽ. ഇപ്പോൾ നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ അത് മൈൻഡ് പോലും ആകത്തില്ലായിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ പേരൻസ് അങ്ങനല്ല, ദേ അപ്രീഷിയേറ്റ്. ഓവർ അപ്രീസിയേഷൻ ആവുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഓവർ അപ്രീഷിയേറ്റ് ചെയ്താലുള്ള കോൺസിക്വൻസ് ഞാൻ മുമ്പേ പറഞ്ഞു, ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ അവരൊട്ടും വില്ലിങ് ആയിരിക്കത്തില്ല. സോ വി നീഡ് ടു അപ്രീഷിയേറ്റ് ദിയർ എഫേർട്ട്. അവരൊരു 5 മാർക്കും കൊണ്ടാണ് വരുന്നതെങ്കിൽ പറയാം, ഓക്കെ, മോൻ പഠിച്ചിട്ടല്ലേ ഈ 5 മാർക്ക് കിട്ടിയേ, നീ എഴുതിയിട്ടല്ലേ ഈ 5 മാർക്ക് കിട്ടിയേ, അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്രീഷിയേറ്റ് ദിയർ എഫേർട്ട്, നോട്ട് വാട്ട് ദ റിസൾട്ട് ദേ ആർ ഗെറ്റിംഗ്. പിന്നെ വരുന്നതാണ് അറ്റൻഷൻ.
അറ്റൻഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എന്ന് വെച്ചാൽ നമ്മളൊരു കുഞ്ഞിനോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ലെറ്റ് ഇറ്റ് ബി ഓഫ് വാട്ട് എവർ ഏജ് ദേ ആർ, ഒരു പാരൻറ്റ് ചൈൽഡ് ബോണ്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഗീവ് അവർ ഓൾ സെൻസസ് ടു ദം. എല്ലാ സെൻസസും നമ്മൾ അവർക്ക് വേണ്ടി ആക്റ്റീവ് ആക്കി വെക്കുക. ഐ കോണ്ടാക്ട്, അവർ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അവരിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുക, എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ജോലി തിരക്കിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ അറ്റൻഷൻ. അവരൊരു കാര്യം പറയാൻ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് എത്ര തിരക്കാണേലും ഒരു 2 minutes ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഫുൾ സെൻസ് അവർക്ക് വേണ്ടി മാറ്റി വെക്കാം. ഒരു ടച്ച്, ഒന്ന് ചേർത്ത് പിടിക്കാം, കേൾക്കാം, അവർ കണ്ണി നോക്കി സംസാരിക്കുക, ചോദിക്കുക എന്തൊക്കെയാ ഇന്ന് നടന്നേ, ഓ അങ്ങനെ ആരെന്നോ. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ കാര്യമായിരിക്കും, കുറേ കേട്ടുള്ള കാര്യമായിരിക്കും, ബട്ട് ഫോർ ദം ഇറ്റ് ഈസ് എ ബിഗ് തിങ്. അവർ ഭയങ്കര ക്യൂരിയസാണ്. അപ്പം ഓ അങ്ങനെ സംഭവിച്ചോ, എൻ്റെ മോൻ എന്താ ചെയ്തേ, ഈ ഒരു ആക്ഷൻ വേണം നമുക്ക് വരാൻ. നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കണം, അവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗീവ് അറ്റൻഷൻ ടു ദം. നെക്സ്റ്റ് ഇസ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് യുവർ ചൈൽഡ് ആസ് ഹൂ ദേ ആർ. എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞാണ്, അപ്പം എൻ്റെ കുഞ്ഞിന് 5 മാർക്ക് ഇപ്പോൾ ഒരു എക്സാമിന് കിട്ടിയുള്ളെങ്കിൽ ഞാൻ എത്ര മാർക്ക് പഠിച്ച സമയത്ത് വാങ്ങിച്ചു എന്ന് ചിന്തിക്കണം. നമ്മൾ പറയും നീ 99 വാങ്ങി, ബാക്കി 1 മാർക്ക് എവിടെ? എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നെഗറ്റീവ് സ്ഥാനത്തിലോട്ടാണ്. 99 അല്ല 100 മാർക്ക് വാങ്ങിയാൽ 1 മാർക്ക് എവിടെ പോയെന്നാണ് ചോദിക്കുക. അങ്ങനെ ചെയ്യരുത്. അതുപോലെ മറ്റു കുട്ടികൾ ഇപ്പം നമ്മൾ ചോദിക്കും, ഓക്കെ അവൻ എത്ര കിട്ടിയേ, നീ 5 മാർക്ക് വാങ്ങിച്ചേ ഉള്ളൂ, ഓക്കെ അവന് 10 മാർക്ക് കിട്ടിയോ, ആ എന്താ അങ്ങനെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പഠിച്ചേ? 5 മാർക്കിലല്ല ഫോക്കസ്, മറ്റേ കുട്ടിക്ക് എത്ര കിട്ടി. അപ്പം അവിടെ എന്താ കുഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം, ഓക്കെ ഞാനിനി എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് കുറവ് മാർക്ക് കിട്ടിയാലും ഞാൻ എന്തെങ്കിലും കൊള്ളാത്ത ആളാണ് എന്നുള്ള രീതിയിൽ എന്നോട് ആ സ്നേഹമില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മിസ്റ്റേക്സ് ചെയ്യുമ്പോഴും അവർക്ക് പേടിയാകും. നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രീഡം പോകും, എന്തെങ്കിലും കാര്യം വന്ന് പറയാനുള്ള ഒരു സ്പേസ് പോവുക. സോ അക്സെപ്റ്റ് യുവർ ചൈൽഡ് ആസ് ദേ ആർ. ദ ലാസ്റ്റ് വൺ ഇസ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും, ഓക്കെ താമസിക്കാൻ വീട്, കഴിക്കാൻ ഫുഡ്, ഡ്രസ്സ്, കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇസ് ദാറ്റ് സെക്യൂരിറ്റി? നോ. ഇമോഷണൽ സെക്യൂരിറ്റി. കുഞ്ഞിൻ്റെ അതിൽ നിന്നൊരു ഗ്ലാസ് തറ വീണ് പൊട്ടിന്നിരിക്കട്ടെ, ഉടനെ അമ്മ എന്ത് പറയും, ഓ അതും പൊട്ടിച്ചവൻ നശിപ്പിക്കാനായിട്ടുണ്ടായതാ. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? വാട്ട് ദേ ആർ ഫീലിംഗ് ഇസ്, ഞാൻ എൻ്റെ വീട്ടിൽ സേഫ് അല്ല. ഒരു സാധനം എടുത്തു വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് വീണ് പൊട്ടിയതാണ്, പക്ഷെ ഹൗ മൈ മദർ ഇസ് റെസ്പോണ്ടിങ്. ആ കുഞ്ഞിന് ആ ഒരു സെക്യൂർ ഫീൽ നിങ്ങളുടെ അടുത്തൊന്നും കിട്ടില്ല. സോ ദീസ് ഓൾ ആർ ദ മൈന്യൂട്ട് തിങ്സ്. അതായത് ഈ ഒരു 5 ഇമോഷണൽ നീഡ്സ് കുഞ്ഞുങ്ങളുടെ നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓൾസ് 95% ഓഫ് ദ പാരന്റിങ് ഇസ് കംപ്ലീറ്റ്. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ജനറേഷനിൽ 2 അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരിക്കും, സമയം കിട്ടാത്ത അവസ്ഥകൾ വരും. പക്ഷെ എന്നാലും യു ക്യാൻ കീപ് സം റൂൾസ്. അതായത് 8 PM കഴിഞ്ഞാൽ നോ ഫോൺ ടൈമാണ്. 8 PM to 8:30 PM ഇസ് എ ഫാമിലി ടൈം. അച്ഛനും അമ്മയും കുഞ്ഞും കൂടി ഇരുന്ന് ഒരു ഡിസ്കഷൻ മതി. ഇനിയിപ്പോൾ അതിനും സമയമില്ലാത്ത പേരൻസ് ആണെങ്കിൽ കുഞ്ഞ് കിടക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് പോട്ടെ, ഒരു 5 മിനിറ്റ് അവരുടെ അടുത്ത് പോയിരുന്നിട്ട് അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുക. മതി. ദേ ക്യാൻ ഫീൽ ദാറ്റ് വാംത്ത് ഫ്രം യു. ഓക്കെ. നെക്സ്റ്റ് ഇസ് ദ കോമൺ പാരന്റിങ് മിസ്റ്റേക്സ്. ഇപ്പം കോമൺ ആയിട്ട് പേരൻസ് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. ഇന്നത്തെ ജനറേഷനിൽ പറഞ്ഞില്ല, ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഇഷ്യൂ ആണ്. അതായത് നമ്മൾ മൈൻഡിൽ ഒരു കാര്യം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതങ്ങനെ നടക്കുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിൽ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നേ കേട്ടിട്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നീ പറഞ്ഞോ, അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, അതങ്ങനല്ല, ഇതിങ്ങനെ ചെയ്താൽ മതി. വി ആർ നോട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദം. അവർ പറയുന്ന ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും അതിനകത്ത് നമുക്ക് ടേക്ക് അവേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. നമ്മളും മാറണ്ടേ, കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണ്ടേ, അല്ലാതെ ആ പഴയ കാലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. സോ വാട്ട് ദേ ആർ ടെല്ലിങ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അവർ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ ശരി അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാതെ ഇഫ് ദെയർ ഇസ് സംതിങ് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി അതിനകത്ത് തെറ്റാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുക, മോനെ അത് അങ്ങനല്ല, വി ക്യാൻ ഡു ഇറ്റ് ദിസ് വേ ബിക്കോസ് ഇത് ഇന്ന കാരണം കൊണ്ട്. കാരണം എപ്പോഴും നമ്മൾ കോട്ട് ചെയ്ത് പറയണം.
ഇപ്പോഴത്തെ കുട്ടികൾ വൈ ക്വസ്റ്റ്യൻ കൂടുതലാണ്. അപ്പം റീസൺ ആണ് അവർക്ക് വേണ്ടത്, അവർക്ക് റൂട്ട് കോസ് വേണം. പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നീ അത് ചെയ്യണ്ട അല്ലെ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി പോകുന്നില്ല. ഇപ്പോൾ കുട്ടികൾ എന്താ പോയാ എന്താ ചെയ്ത റീസൺ അറിയണം. എന്തുകൊണ്ടാണ് അങ്ങനെ റീസൺ അറിയാൻ അവർ വാശി പിടിക്കുന്നത്? നമ്മൾ പറയുമോ എല്ലാത്തിനും അവന് ഉത്തരം വേണം, തറുതലേ പറയത്തുള്ളൂ. എന്താ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ആ കുഞ്ഞ് അങ്ങനെ റീസൺ ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് മുമ്പേ ഞാൻ പറഞ്ഞ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പോർഷനാണ്. എല്ലാവർക്കും അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ അവർ ആൻസറും ചോദിക്കുന്നു, റീസണും ചോദിക്കുന്നു. ഇപ്പം അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ പേരൻസിനോട് ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കും. അങ്ങനെയാണ് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ഉണ്ട്, ഡീറ്റെയിലിങ്സ് ഫുള്ള് തരും, അതിൻ്റെ റീസൺ ഉൾപ്പെടെ തരും. ദാറ്റ് ഈസ് ദ റൂട്ട് കോസ്. അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ അതേ കാര്യം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ദേ വോണ്ട് ടു നോ ദ റീസൺ, വാട്ട് ഈസ് ദ റൂട്ട് കോസ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. ദ നെക്സ്റ്റ് വൺ ഇസ് കമ്പയറിങ് ചിൽഡ്രൻ. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ എത്ര മാർക്ക് കിട്ടി, എവിടെയെങ്കിലും ടൂറ് പോകാൻ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പം മറ്റേ കുട്ടി വരുന്നുണ്ടോ, എന്നാ നീ പൊക്കോ, മറ്റേ കുട്ടി പോകുന്നില്ലെങ്കിൽ നീ പോണ്ട. അവന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലോ, നീ എന്താ ചെയ്യാഞ്ഞേ? അവന് നല്ല മാർക്ക് കിട്ടിയില്ലോ, നീ എന്താ വാങ്ങാഞ്ഞേ? 98 അവൻ വാങ്ങിയേക്കുന്നത് 100-ൽ 99 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഒരു മാർക്ക് എവിടെ കൂടുതൽ കിട്ടിയാന്ന് ചോദിക്കും. അവിടെ കുഞ്ഞ് മനസ്സിലാക്കുന്നത് എൻ്റെ പേരൻസ് എന്നെ അല്ല സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നില്ല. ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ആസ് ഹൂ ഐ ആം. മുമ്പേ ഞാൻ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ. നെക്സ്റ്റ് വൺ ഇസ് ഓവർ പ്രൊട്ടക്ഷൻ. ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞുണ്ട്. ഓവർ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുക്കീന പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ സ്റ്റാറ്റസിനകത്തൂടെയൊക്കെ. മമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസൊക്കെ ഇടും. കുക്കീന്ന് അവൻ്റെ പേര്. അവനെ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര, അവനെങ്ങും പുറത്ത് അവന് പോയി കഴിഞ്ഞാൽ അവന് ലോകം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവന് ഫുഡുണ്ട്, അവന് ഷാമ്പൂ, അവന് പൗഡർ, അവന് വേണ്ട കാര്യങ്ങൾ. അവൻ ഇവിടുന്ന് ഇപ്പം ഞാൻ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഹെയർ ബാൻഡ്, ക്ലിപ്പൊക്കെ. അത്ര ടേക്ക് കെയർ ചെയ്തൊരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു പട്ടിക്കുഞ്ഞ്. ഈസ് ലൈക്ക് 6 years ആവുന്നു. ഇപ്പോൾ ഈ ജൂലൈ 20 ബർത്ത്ഡേക്ക് കേക്ക് വരെ വാങ്ങിച്ച് ഞങ്ങൾ മുറിക്കും അവൻ്റെ. അപ്പം അത്രയും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന പട്ടിക്കുഞ്ഞ്. പക്ഷേ ഇഫ് വൺ ഡേ അവൻ പുറം ലോകത്തോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ഹി വോണ്ട് സർവൈവ്. വൈ? അവനറിയില്ല പുറം ലോകം എങ്ങനെയാണെന്ന്. ഇപ്പോൾ വേറെ ഒരു പാമ്പിനെ കണ്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി വന്നാലോ, വേറൊരു പട്ടി അതിനെ അറ്റാക്ക് ചെയ്ത് വന്നാലോ എങ്ങനെ റെസിസ്റ്റ് ചെയ്യണമെന്ന് അവനറിയില്ല. ഒരു വണ്ടി വന്നാൽ അത് ഒബ്വിയസ്ലി അവനെ ഇടിച്ച് ചാവത്തേ ഉള്ളൂ. ഹി ഡോണ്ട് നോ ഹൗ ടു സർവൈവ് ഇൻ ദ ഔട്ട്സൈഡ് വേൾഡ്. നമ്മൾ ലവ് ബേർഡ്സിനെ കണ്ടില്ലേ, കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞിട്ട് വൺ ഫൈൻ ഡേ നമ്മൾ തുറന്നു വിടുമ്പോൾ അതധികം സർവൈവ് ചെയ്യില്ല. അതിനറിയില്ല എങ്ങനെ ഫുഡ് ക്യാപ്ചർ ചെയ്യണം, എങ്ങനെ വെള്ളം കുടിക്കണം. എല്ലാം നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്. ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് അവർ ചിൽഡ്രൻ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ കുഞ്ഞിന് വിഷമമാവും, അവൻ അങ്ങോട്ട് പോകണ്ട, അയ്യോ അവിടെ പോയാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമോ, ഇവിടെ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ കുഞ്ഞ് അല്ല വേണ്ട അങ്ങനെ ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ്താൽ മതി, മോൻ അങ്ങോട്ട് പോകണ്ട കേട്ടോ. വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് അവർ ലവ്. ഞാൻ എൻ്റെ മോനെ അല്ലെ മോളെ സ്നേഹിക്കുവാണെന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇൻഡയറക്ട്ലി യു ആർ കില്ലിങ് ദെയർ സ്കിൽസ്, സർവൈവൽ സ്കിൽസ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പുറം ലോകത്തോട്ട്, അതായത് വൺ പെർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോൾ പേരൻസിന് എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവർ തന്നെ കാര്യങ്ങൾ പഠിക്കണം, അവർ ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷേ ഈ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു പോയിന്റ് എത്തുമ്പം ഇവർക്ക് പറ്റില്ല. ദേ ഡോണ്ട് നോ ഹൗ ടു ടേക്ക് എ ഡിസിഷൻ. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അവരോട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. എന്താണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് വളർത്തിയ. ഐ വാസ് ലവിങ് ദം. നമ്മൾ പറയുമ്പോൾ എൻ്റെ സ്നേഹം കൊണ്ടാണ്. ദാറ്റ് ഇസ് നോട്ട് ദ വേ. ഓവർ പ്രൊട്ടക്ഷൻ ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറയുമ്പം ടൈം അവർക്ക് കൊടുക്കാൻ പറ്റാത്തപ്പോൾ അവർക്ക് അതിനൊരു ഗിൽറ്റ് ഉണ്ടാവും, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, സോ ഐ വിൽ ഓവർ പ്രൊട്ടക്ട് ദം. എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് മാറ്റി നിർത്താം. ദേ ഷുഡ് ഫേസ് ദ റിയൽ വേൾഡ്. അവർ മനസ്സിലാക്കണം എവിടൊക്കെയാണ് ഈ ലോകം, എത്ര ക്രൂവലാണ്, എത്ര ക്രൂക്കഡാണ്. ഇതെല്ലാം അവർ ഫേസ് ചെയ്യണം. മിസ്റ്റേക്സ് പറ്റട്ടെ, ഫെയിലിയേഴ്സ് ഉണ്ടാവട്ടെ, ചതിക്കപ്പെടട്ടെ, എന്നാലേ അവർ പഠിക്കുള്ളൂ. The next one is fear instead of respect. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ മിക്കതും പേടിപ്പിച്ചാണ് കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്.
നീ ഇപ്പം ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ഞാൻ ഫോൺ മാറ്റി വെക്കും, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോ. അപ്പോൾ കുഞ്ഞെന്താ ചെയ്യുന്നത്? പേടിക്കും, ഓ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയാലോ, എന്ന് ഇന്ന് പഠിച്ചേക്കാം. ദാറ്റ് ഇസ് എ ഫിയർ ഫാക്ടർ. അതിന് പകരം റെസ്പെക്റ്റ് കൊണ്ടുവന്നേ. കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാം, മോൻ എക്സാമിന് പഠിക്കേണ്ടത് ഇസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വി നീഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ മോൻ എന്ത് ചെയ്യണം? 1 മണിക്കൂർ മോനിരുന്ന് പഠിക്കുക, അത് കഴിഞ്ഞ് മോൻ ഫോൺ യൂസ് ചെയ്തു. ദെയർ കംസ് എ റെസ്പെക്റ്റ്. അവിടെ എഗെയിൻ കുഞ്ഞിന് റീസൺ അറിയാം. ഞാൻ പറഞ്ഞ മുമ്പത്തെ വൈ ക്വസ്റ്റ്യൻ അതവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ പഠിക്കാൻ പറയുന്നത്? ഗീവ് റീസൺസ് ടു ദം. ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻകൺസിസ്റ്റൻസി. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഫാമിലിയിൽ ഒരു റൂൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളെ എത്രയും നമ്മൾ അത്ര ഇമോഷണലി കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിലും വി നീഡ് ടു കീപ് റൂൾസ് ഇൻ ദ ഫാമിലി. അപ്പം ഒരു ദിവസം പറയുകയാണ്, ഇന്ന് 1 hour സ്ക്രീൻ ടൈം ഉള്ളൂ നിനക്ക്, ഇന്ന് 1 hour നീ ഫോൺ യൂസ് ചെയ്യാവൂന്ന് പറയുക. അടുത്ത ദിവസം പറയാം, കുഴപ്പമില്ല മോ യൂസ് ചെയ്തോ. ദ റൂൾ ഇസ് ഇൻകൺസിസ്റ്റൻറ്റ്. നമ്മളൊരു സാധനം സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും, അയ്യോ പാവം ഇന്നങ്ങ് യൂസ് ചെയ്തോട്ടെ പാവം. ആ പാവം പാടില്ല. നെക്സ്റ്റ് വൺ ഇസ് എക്സ്പെക്ടിങ് പെർഫെക്ഷൻ. അഗെയിൻ ദ സെയിം തിങ്. മുമ്പേ പറഞ്ഞ പോലെ 100 മാർക്കിൽ 99 പോരാ, 100 വാങ്ങിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമ്മൾ പേരൻസിനുണ്ട്. സോ നെവർ എക്സ്പെക്ട് പെർഫെക്ഷൻ. ഈവൻ വി ആർ നോട്ട് പെർഫെക്റ്റ്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, ഇതിനകത്തും മിസ്റ്റേക്സ് ഉണ്ടാവും, ഇതിനകത്തും കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഓരോ മനുഷ്യനും, ഇപ്പം നമ്മൾ ഒരു മീൻകറി വെക്കാൻ നമ്മൾ എക്സ്പേർട്ടാണ്. ഇപ്പം എത്ര എക്സ്പേർട്ടാന്ന് പറഞ്ഞാലും ചിലപ്പോൾ വെക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോവും, പുളി കൂടിപ്പോവും. നോട്ട് ഓൾവേസ് ദ സെയിം ടേസ്റ്റ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളും നെവർ എക്സ്പെക്ട് പെർഫെക്ഷൻ ഫ്രം ദം. ഒരിക്കലും എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്. നോട്ട് ബീങ് അവൈലബിൾ. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ടൈം ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് എ പേരൻറ്റ് ക്യാൻ ഗീവ് ടു ദിയർ ചൈൽഡ്. അതിപ്പം വർക്കിംഗ് പേരൻസ് ആണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് എങ്കിലും ഒരു ദിവസം കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. വിത്ത് ദ ഓൾ സെൻസസ്. അത് എടുത്ത് പറയണം, ദ ഓൾ സെൻസസ് ഷുഡ് ബി ആക്റ്റീവ് ഫോർ ദം. 10 മിനിറ്റ് മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബ്രിഡ്ജിങ് ദ ജനറേഷൻ ഗ്യാപ്പ്. അപ്പം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ലിസൺ ബിഫോർ യു ലെക്ചർ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡ് ദം. അവർ പറയുന്ന കാര്യങ്ങൾ എന്താ, അതിനകത്ത് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പോയിന്റ് ഉണ്ടെങ്കിൽ വി ടേക്ക് ഇറ്റ്. ഇറ്റ് ഷുഡ് ബി മ്യൂച്വൽ. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ വി ഷുഡ് ഓൾസോ ടേക്ക് ഫ്രം ദം. അല്ലാതെ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ മറ്റേ സ്കൂളിൽ പോയപ്പം കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, കാറുണ്ട്, AC ഉണ്ട്, വീടുണ്ട്, ഒരു കഷ്ടപ്പാടും അറിയണ്ട, ഞങ്ങളൊക്കെ കിലോമീറ്ററുകൾ നടന്നാണ് പോയിട്ടുള്ളത്. ഈ വക സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞാൽ പിള്ളേരിങ്ങനെ ഇരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് നോ ദാറ്റ്. അവരത് കണ്ടിട്ടില്ല, ആ കാലം അവർ കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ് കഥകൾ കേൾക്കുമ്പോൾ അവർക്കത് രജിസ്റ്റർ ആവില്ല. നമ്മൾ വിചാരിക്കുമോ നമ്മുടെ കഷ്ടപ്പാട് കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെന്ന്. നോ, അവർക്കത് രജിസ്റ്റർ ആവില്ല. കാരണം അവർ ജീവിക്കുന്ന യുഗം ഇതാ, അവർക്ക് ഈ ഒരു കാലഘട്ടം മാത്രമേ അറിയുള്ളൂ. സോ ലിസൺ ടു ദം ബിഫോർ വി ഗീവ് ലെക്ചേഴ്സ്. സെറ്റ് ബൗണ്ടറീസ്. എല്ലാ ഫാമിലിയിലും ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നോ പറയേണ്ടടുത്ത് നോ ട്രെയിൻ ചെയ്യിപ്പിക്കണം കുഞ്ഞിനെ ഫ്രം ദ വേ ബിഗിനിങ്. അത് ഞാൻ പറയട്ടെ, കുഞ്ഞുണ്ടായി ഒരു 2 വീക്സിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ട്രെയിനിങ് ദം. നോ മോനെ നോ. കുഞ്ഞിന് മനസ്സിലാവും. ഈവൻ ബേബി ആണെങ്കിൽ പോലും നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവില്ലെങ്കിലും ഇറ്റ് ക്യാൻ സെൻസ് വാട്ട് ഇസ് ദ എൻവയോൺമെൻറ്റ്. കുഞ്ഞായിരിക്കുമ്പം തൊട്ടേ നോ ട്രെയിൻ ചെയ്യിപ്പിക്കുക. സ്ക്രീൻ എക്സ്പോഷർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അത് ഓരോ ഫാമിലിക്കും ഓരോ രീതിയിലായിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദെയർ ഫാദർ ഇസ്, ഹൗ ദെയർ മദർ ഇസ്. ഒരു 8-8 റൂൾ എന്നുള്ളൊരു സംഭവമുണ്ട്. അതൊരു ടാക്ടിക്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് ആഫ്റ്റർ 8 PM നോ ഫോൺ, 8 minutes ഫാമിലി ടൈം. ഇതാണ് 8-8 റൂൾ. 8 PM കഴിഞ്ഞാൽ ഫാമിലിയിൽ ആരും ഫോൺ യൂസ് ചെയ്യത്തില്ല. 8 minutes ഫാമിലി ടൈം ആയിരിക്കും. പക്ഷേ ദാറ്റ് ഇസ് അറ്റ് സം പോയിന്റ്. ഇപ്പം നമ്മുടെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം ഈ ഫോണിനകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല. ദാറ്റ് യു ക്യാൻ വേരി. മേ ബി ഇറ്റ് ക്യാൻ ബി 6-8 റൂൾ, 7-8 റൂൾ ആക്കാം, 10-8 റൂൾ ആക്കാം. അത് ഓരോ ഫാമിലി അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് ദ വേർ വി ഹാവ് ടു കീപ് ബൗണ്ടറീസ്. ഹലോ, ഓക്കെ. ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും
പണിഷ്മെന്റ് കൊടുക്കുകയേ ചെയ്യരുത് കുഞ്ഞിനെന്ന്. അങ്ങനെയല്ല. പണിഷ്മെന്റ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? നമ്മളിപ്പോൾ ഒരു റൂൾ സെറ്റ് ചെയ്തു. ഓക്കെ, നീ ഇപ്പോൾ പറയാണ് 1 മണിക്കൂർ നീ ഫോൺ യൂസ് ചെയ്തോ, അതിനുശേഷം നീ പോയിരുന്ന് പഠിക്കുക. ദർ ഇസ് ടെൻഡൻസി ഫോർ എ ചൈൽഡ് ദാറ്റ് അവർ ചിലപ്പോൾ 2 മണിക്കൂർ യൂസ് ചെയ്യും നമ്മളറിയാതെ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദേ ആർ ബ്രേക്കിംഗ് ദ റൂൾ. നമ്മൾ വെച്ചേക്കുന്ന റൂൾ അവർ ബ്രേക്ക് ചെയ്യുമ്പം പണിഷ്മെന്റ് കൊടുക്കാം. പണിഷ്മെന്റ് കൊടുക്കുന്ന രീതി എങ്ങനെയാ? എന്തിനാണോ നീ ഫോൺ യൂസ് ചെയ്തേ ഇങ്ങനെ ചോദിച്ചാണോ? അല്ലെങ്കിൽ മറ്റേ ചൂരിലൊക്കെ എടുത്തിട്ട് വന്നിട്ടോ അല്ലെ ബെൽറ്റൊക്കെ വന്നിട്ട് അടിച്ചിട്ടാണോ? നോ. പണിഷ്മെന്റ് കൊടുക്കേണ്ടത് അവർക്ക് ഫീൽ ടു ദെയർ മൈൻഡ്. നീ 1 മണിക്കൂർ എക്സ്ട്രാ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡേ നിനക്ക് ഫോണില്ല. ദാറ്റ് ഈസ് ദ പണിഷ്മെന്റ് ടാക്ടിക്സ് യു ക്യാൻ യൂസ്. പണിഷ്മെന്റ്സ് കൊടുക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നോട്ട് ബിക്കോസ് ദേ ആർ മേക്കിംഗ് വൺ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ടെമ്പർ ട്രാൻഡ്രംസ് കാണിക്കില്ല. ഇപ്പം റോഡിൽ ഇറങ്ങി ഓടുക, സേഫ്റ്റി നോക്കാതെ, കുഞ്ഞിൻ്റെ തന്നെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് പോകുക, റിപ്പീറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ ഗീവ് പണിഷ്മെന്റ്സ്. ചില കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര ഹൈപ്പറായിട്ട് റോഡിലൊക്കെ ഇറങ്ങി ഓടും, ആൾക്കാരെ അടിക്കുക, ഫിസിക്കലി ഹാം ചെയ്യുക. ഇതിനൊക്കെയാണ് നമ്മൾ പണിഷ്മെന്റ്സ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് ടീച്ചിങ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമോഷനും നമ്മുടെ ഇമോഷനും നമുക്ക് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സാധനം കുഞ്ഞ് വേണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ എത്ര പൈസ ഇല്ലെങ്കിലും നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. പകരം അവിടെ എന്താ ചെയ്യേണ്ടത്? ടെൽ ദ ചൈൽഡ്, മോനെ ഇപ്പം പപ്പായുടെ കയ്യിൽ 10 റിയാലേ ഉള്ളൂ, സാലറി കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊന്ന് വാങ്ങിക്കാം കേട്ടോ. ദർ ദ ചൈൽഡ് ഇസ് ലേണിംഗ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഓക്കെ, എൻ്റെ പപ്പായ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അവിടെ എന്തോ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക, കുഞ്ഞിന് മനസ്സിലാകും. നമ്മൾ ചിന്തിക്കും, ഓക്കെ എന്തിനാ എൻ്റെ മോനെ കഷ്ടപ്പാട് അറിയിക്കുന്നത്, ഞാൻ മാത്രം അറിഞ്ഞാൽ പോരെ. ഇങ്ങനെ നമ്മൾ ഇവർക്ക് ഇമ്മീഡിയറ്റ്ലി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിയുമ്പം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർ അഡൾട്ട് ആവുമല്ലോ. അഡൾട്ട് ആയി കഴിയുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവർക്ക് മറ്റുള്ളവരുടെ ആസ്പെക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. വേറൊരാളൊരു കാര്യം പറയുമ്പം അല്ല ഞാൻ പറഞ്ഞാൽ ശരി, നീ എന്തിനാ അങ്ങനെ പറയുന്നേ, അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാനുള്ളൊരു എബിലിറ്റി നമുക്ക് കിട്ടില്ല. സോ ഓൾവേസ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. എന്താ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാം. കുഞ്ഞറിയട്ടെ, നമ്മുടെ പ്രയാസങ്ങളും കുഞ്ഞറിയട്ടെ, അവരറിഞ്ഞ് വളരണമെന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിജിറ്റൽ പാരൻറ്റിങ്. അതിപ്പോൾ ഈ ഒരു ഏറയിൽ ഡിജിറ്റൽ പാരൻറ്റിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ് മാറ്റി വെക്കണമെന്നോ ഗെയിമിങ് മാറ്റി വെക്കണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മേ ബി ദ ഓൺലി സോഴ്സ് ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് ഇസ് ദിസ് തിങ്. പക്ഷേ വി ഷുഡ് ഹാവ് എ പാരൻ്റൽ കൺട്രോൾ. അവർ ചെയ്യുന്ന കാര്യങ്ങളിലും അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്കൊരു കൺട്രോൾ വേണം. എന്നാൽ അവർക്ക് ഫീൽ ചെയ്യരുത് നമ്മളവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. അതിനു മുമ്പേ പറഞ്ഞ പോലെ റൂൾസ് സെറ്റ് ചെയ്യുക, സ്ക്രീൻ ടൈമിന് റൂൾസ് സെറ്റ് ചെയ്യുക. അതായത് നോ സ്ക്രീൻ സോൺസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫോൺ മാറ്റി വെക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഡൈനിങ് ടേബിളിലും മീല് കഴിക്കുന്ന സമയത്തും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഫാമിലി ടൈം ഉള്ള സമയത്ത് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഈ ട്രെയിനിങ് ഇടയ്ക്ക് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ഇതാണ് ഡിജിറ്റൽ പാരന്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഫ്രോഡ്സ്, ഒരു പോസ്റ്റ് ഇടുമ്പോൾ എത്രമാത്രം നിങ്ങൾ അവെയർ ആയിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് സേയിങ് സോറി. ഇപ്പോൾ മിക്ക പാരൻസിനും ഉള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ സൈഡിലാണ് എന്തെങ്കിലും തെറ്റെന്നുണ്ടെങ്കിലും കുഞ്ഞിനോട് പോയി സോറി പറയാനൊരു മടിയായിരിക്കും. കാരണം ഞാൻ പാരൻ്റ് അല്ലേ, ഞാൻ അച്ഛനാ, ഞാൻ അമ്മ, അതുകൊണ്ട് എൻ്റെ തല കിളന്ന് തന്നെ നിൽക്കും, ഞാൻ സോറി പറയത്തില്ല. ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ സേയിങ് സോറി. ഇപ്പം നമ്മുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താ, കുഞ്ഞിനോട് പോയി സോറി പറയുന്നതിന് പ്രശ്നമില്ല. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട്, ഓവർ അപ്പോളജറ്റിക് ആവുകയും ചെയ്യരുത്. ഇപ്പം നമ്മളൊന്ന് അടിച്ചു അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞു, ഉടനെ നമുക്കങ്ങ് വിഷമം, അയ്യോ അത്രയും പറയണ്ടായിരുന്നു. ഉടനെ പോയിട്ട് നമ്മൾ എന്ത് പറയും, മോനെ സോറി, അമ്മ അത്രയും പറയാൻ പാടില്ലായിരുന്നു, അല്ലെ അച്ഛൻ അത്രയും പറയാൻ പാടില്ലായിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ എ മിസ്റ്റേക്ക്. കാരണം നമ്മളവിടെ ആ വഴക്ക് പറഞ്ഞതിന് ഒരു വിലയില്ലാതായിപ്പോൾ, ഒരു യൂസ് ഇല്ലാതായിപ്പോൾ. സോ ദീസ് ആർ ദ തിങ്സ്. അത് ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നാണ്. സോ ഇഫ് ദർ ഇസ് എനി ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സജഷൻസ്, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം.
കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം പേരൻസാണ്. നിങ്ങൾ പല ടാക്ടിക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടാവും, സക്സസ് ആയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ഗുഡ് വി ഡിസ്കസ് ദാറ്റ്. ജോസഫിന് കാണും, പ്രഭയ്ക്കും കാണും, എനിക്ക് കാണും, രമേഷിന് കാണും, പിന്നീട് വേറെ ആരാണ് ഗ്രാൻഡ് ഫാദേഴ്സ് ലിസ്റ്റിലുള്ളത്? ആയിട്ടില്ല. ഇല്ല, ജോസഫിൻ്റെ പീക്കിൽ വളർന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരപ്പൻ എന്ന നിലയ്ക്ക് എൻ്റെ മോള് വളർന്നു വന്നപ്പോൾ ഉണ്ട് ഒരു ചെറിയൊരു അനുഭവം ഷെയർ ചെയ്യാം. മറ്റുള്ളവർക്കൊന്നും പറയാനുള്ള സമയമായിട്ടില്ല. അപ്പം എൻ്റെ അനുഭവം ഇന്നും എന്നെ പിന്തുടരുന്ന ഒരു ഇതാണ്, എൻ്റെ കുറ്റബോധമാണ് എൻ്റെ മോളോട് കാണിച്ചത്. 2 മക്കൾ, മറിയ. മറിയ 5 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വരുന്നത്. മറീന ഇവിടെ ഉള്ളപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നു അവൾ. കുറേ സ്നേഹങ്ങളുണ്ട്. പല സമയങ്ങളിലും എൻ്റെ ചില മാനസികാവസ്ഥകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ ഇവിടെ തമാശ പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും ടെൻഷൻ നിൽക്കുമ്പോൾ ഒന്ന് ചോദിക്കും, ഉപ്പ ഈ ഡിക്ക് തുറന്നാലേ ലൈറ്റ് കത്തുമെന്ന് എന്നോട് ചോദിച്ചോളൂ. ഇത് ഉള്ള കാര്യം പറയണേ. ആ സമയത്ത് ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു, നീ അകത്തോട്ട് കയറി ഞാൻ കാണിച്ചിട്ടാന്ന് പറഞ്ഞു. അവളകത്ത് ഡിക്കിനുള്ളിൽ തന്നെ അവളെ കയറ്റി ഡിക്കിനെ അടച്ചു. ഉപ്പാന്ന് വിളിക്കുന്നുണ്ടോ? 1 മിനിറ്റ് നിർത്തിയാണ് അവളെ. എന്നിട്ട് ഞാൻ തുറന്നു. പക്ഷെ അത് ആ മോളുടെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്നെ ചെയ്യിപ്പിച്ച കഥയാണ്. കുട്ടികളോട് കാണിക്കരുത്, അവിവേകമാണ്. ഇൻ കേസ് അത് റിമോട്ട് വെച്ച് തുറക്കാൻ പറ്റിയ ഡിക്കിയല്ല, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നില്ല. ആ സമയത്ത് അത് തുറന്നില്ലെങ്കിൽ പിന്നീട് ആലോചിക്കുന്നത്, അത് തുറന്നു പോയില്ലെങ്കിൽ അവൾ അതിനകത്ത് ഇരുന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ചിലപ്പം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളുടെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചവൾ വെറുതെ മനഃപൂർവ്വം കള്ളം പറയാമെന്ന് വെച്ചിട്ട് ഞാൻ അവളെ സ്റ്റൂളിൽ മുകളിൽ നിർത്തി അവളെ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉപ്പ എനിക്കറിയില്ല എന്ന്. ഞാനത് കേട്ടിട്ടില്ല. ഞാൻ പറയാതെ എന്നെ ഇറക്കൂലെന്ന്. എൻ്റെ ഭാര്യ ഇടപെട്ടിട്ടാണ് അവിടെ താഴെ ഇറക്കിയത്. പക്ഷേ സ്നേഹത്തിനൊരു കുറവില്ല മക്കളോട് കാണിക്കുന്നത്. 2 പേരുടെ സ്നേഹം കാണിക്കുന്നുണ്ട്. മറിയനയ്ക്ക് വേറെ ടാക്ടിക്സ് എന്നോടുള്ള സ്നേഹം കേട്ടോ. എൻ്റെ 2ാമത്തെ മോൾക്ക് ഇവള് ശരിക്കും സ്നേഹം ഉള്ളവളാണ് മറിയ എന്ന് പറയുന്ന ആൾ. മറീനെ സ്നേഹമില്ലെന്നല്ല പറയുന്നത്, കുട്ടികൾ 2 രീതിയിലുള്ള ഇതിലാണ് വളർന്നത്. ഉപ്പയുടെ വീക്ക്നെസ് കണ്ടിട്ട് അവൾ ആ സമയം നോക്കിയിട്ട് അവൾ എന്നെ മാനേജ് ചെയ്യും. ഇന്നും അവൾ എന്നോട് പറയും, ഉപ്പ എന്നെ എത്രമാത്രം ഉപ്പ അടിച്ചിട്ടുണ്ട്, ഉപ്പ എന്നെ എന്തെല്ലാം ഉപ്പ കാണിച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ ഇപ്പോഴും ഇത് പറയണമെങ്കിൽ അത് അവളുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആയ പ്രശ്നങ്ങളാണത്. അന്ന് ഞാൻ അവളുടെ കാര്യത്തൊട്ട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു അച്ഛനെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു മടിയില്ല, ഞാൻ തൊട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, മോളെ ഉപ്പയോട് പറയണമെന്ന് പറയാൻ മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളോട് നമ്മൾ പെരുമാറരുത് ഒരിക്കലും. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ ചെയ്ത കാര്യമാണെങ്കിലും ഇന്നും ഞാൻ മരിക്കുന്നവരെ എൻ്റെ മനസ്സിൽ അവളുടെ കാണിച്ച അഭേദന എന്നും എനിക്കുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാവരുടെ അവയർനെസ് വേണ്ടി പറയുന്നതാണ്. ഇതൊന്നും ഒരു അഭ്യാസം കാണിച്ചിട്ടൊന്നും മക്കളെ പീഡിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഞാനിപ്പം എൻ്റെ ഗ്രാൻഡ് സണ്ണിനോട് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഫ്രണ്ട്ലി ആയി തുടങ്ങിയത്. ഞാൻ അപ്പോഴും എൻ്റെ മുഖം മാറിയാൽ അവൾക്കറിയാം, ഉപ്പ വഴക്ക് പറയില്ല. അവൾക്ക് പേടിയാണ്, ഞാൻ വേറൊരു മനുഷ്യനാകുമെന്നൊരു പേടിയാണ്. ഇനി മാറില്ല. പാഠം പഠിപ്പിച്ചതിന് അനുഭവങ്ങൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് അങ്കിൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ്, ക്വസ്റ്റ്യൻസ്? യെസ് ഷുവർ. ഇപ്പം പേരൻസ് ഇപ്പോൾ പറഞ്ഞിരുന്നു, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളോട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആവുമ്പം കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം അത് ഗ്രാൻഡ് പേരൻസ് എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നമ്മൾ ഇതുപോലെ ചില കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ, പക്ഷേ ഗ്രാൻഡ് പേരൻസ് ചിലപ്പം പിള്ളേരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള പേരൻസ് അതിൽ ഒരു ഡിഫിക്കൽട്ടി, അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു ഗ്രാൻഡ് പേരൻസ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരൊരു സ്റ്റേജ് ഓഫ് പേരൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ്. സോ അവർ ഇപ്പം അങ്കിൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രയൽ ആൻഡ് എറർ പോലെ. ഒരു പേരൻറ്റിങ് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യാണ് എൻ്റെ പേരൻസ് എന്നോട് പുറത്തുനിന്ന് നോക്കുമ്പോൾ മേ ബി ദേ വിൽ ഫീൽ ഓക്കെ ദേ ആർ ബെസ്റ്റ് പേരൻസ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാണ് എൻ്റെ പേരൻസ് എന്നോട് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ ഫെയിൽഡ് ആസ് എ പാരൻറ്റ്. അപ്പോൾ ഒരു പാരൻറ്റിങ് നമുക്ക് ഗുഡാണ് അല്ലെങ്കിൽ ബെസ്റ്റ് പാരൻറ്റിങ് ആണ്, ഇങ്ങനെയാണ് പാരൻറ്റിങ്, നല്ല പാരൻറ്റിങ് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കുട്ടികളുടെ അനുസരിച്ച് അത് മാറും. ഗ്രാൻഡ് പാരൻസിൻ്റെ കേസിലോട്ട് വരുമ്പം ഇവരൊരു സൈഡ് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി, നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴത്തേന് ദേ നോ ഓക്കെ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കുഞ്ഞിന് വിഷമമാകും. ഓക്കെ, സോ ഇത് കുറച്ചുകൂടെ അവർ പാമ്പർ ചെയ്യും, ഓവർ പാമ്പർ ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ലൈക്ക് വൺസ് ദേ ട്രൈഡ് ഫെയിൽഡ്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓവർ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പേരൻസ് ആസ് സച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് പേരൻസിന് അവർ പാമ്പർ ചെയ്തോട്ടെ. പക്ഷേ ചില സെനറിയോസ് ഇപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ കുഞ്ഞ് ബേബി ആയിരിക്കുന്ന സമയത്ത് അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മേ ബി അമ്മ ഇപ്പം റീസെൻ്റായിട്ട് വരുന്ന ഒരു ടേം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കൂടുതലാണ് ലേഡീസിന് ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേന്.
അതെന്തുകൊണ്ടാണ് മേ ബി വർക്കിംഗ് ആണ്, ഇപ്പം എല്ലാവർക്കും പല പല സ്ട്രെസ്സുകളുണ്ട്. അപ്പോൾ ചിലപ്പം അമ്മമ്മ ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ അച്ഛമ്മ ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. കുഞ്ഞിനെ എടുത്തിട്ട് പറയും, അമ്മ ഇപ്പോൾ ദേഷ്യത്തിലാ മോനെ കേട്ടോ, അച്ഛമ്മ നോക്കാം കുഞ്ഞിനെ കേട്ടോ, കുഞ്ഞിന് അച്ഛമ്മ ഉണ്ട് കേട്ടോ. ബട്ട് നമ്മൾ വിചാരിക്കും ബേബിയാണ്, കുഞ്ഞിന് മനസ്സിലാവത്തില്ല. പക്ഷെ കുഞ്ഞിന് ഇതെല്ലാം മനസ്സിലാവും. കുഞ്ഞ് എന്താണോ നമ്മുടെ നെഗറ്റീവ് എൻവയൺമെൻറ്റിൽ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടോ അത് കുഞ്ഞിന് അബ്സോർവ് ചെയ്യാൻ പറ്റും. നമ്മൾ വയറ്റിൽ കിടക്കുമ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് പുറത്ത് വന്നാലും കുഞ്ഞിനത് മനസ്സിലാൻ പറ്റും. അച്ഛൻ്റെ സൗണ്ട് പെട്ടെന്ന് കുഞ്ഞ് ഡിറ്റക്ട് ചെയ്യട്ടില്ലേ, ചവിട്ടും വയറ്റിൽ കിടക്കുന്ന സമയത്ത്. എന്തുകൊണ്ടാണ്? ബേബി ഈസ് ഫെമിലിയർ വിത്ത് ദാറ്റ് വോയിസ്. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് മനസ്സിലാവാതിരിക്കും നമ്മൾ പറയുന്നത്. മേ ബി ദ ലാംഗ്വേജ് കുഞ്ഞിന് കിട്ടത്തില്ല, പക്ഷേ വാട്ട് ഇസ് എ സെനേറിയോ ദെയർ, എൻ്റെ അമ്മയ്ക്ക് എന്തോ ഉണ്ട്, ആ ഒരു കണക്ഷൻ, മദർ ബേബി ബോൺ കണക്ഷൻ, അച്ഛമ്മ എന്നെ കൊണ്ടുപോകുന്നുണ്ട്, എൻ്റെ അമ്മയുടെ അടുത്തല്ല ഞാൻ, ഇതെല്ലാം കുഞ്ഞിന് സെൻസ് ചെയ്യാൻ പറ്റും. സോ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ടൈം സ്പെൻഡ് വിത്ത് ദ ബേബി. ഈവൻ ആഫ്റ്റർ ഇതാണെങ്കിലും ഗ്രാൻഡ് പേരൻസ് പാമ്പർ ചെയ്തോട്ടെ. ഇപ്പോൾ അവരെ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആസ് എ പാരൻറ്റ് നമ്മൾ അവിടെ ശ്രദ്ധിക്കുക. ഗ്രാൻഡ് പേരൻസിനെ കറക്റ്റ് ചെയ്ത് പോയാൽ ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എനിത്തിങ് എൽസ്? ഹലോ, യെസ്, വളരെ നല്ല സെഷനായിരുന്നു. താങ്ക് യു. നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. കുറച്ചുകൂടെ നേരത്തേക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ കുറേ കൂടെ അപ്ലൈ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പാരൻസിന് പറ്റുന്ന ചില തെറ്റുകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവർക്ക് ഈ കളവറിയില്ല. എല്ലാം അവർ ശരിയായിട്ടാണ് കാണുന്നത്. അവർ ശരിക്കും കളവ് പഠിപ്പിക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം അവന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ വാട്ട് എവർ റീസൺസ്. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും, പനിയാണെന്ന് പറഞ്ഞാൽ മതി. ഇത് വളരെ ചെറിയൊരു തെറ്റാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ കുട്ടിക്ക് അറിയാം അവൻ പറയുന്നത് തെറ്റാണ്, ഇത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ പാരൻ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഓക്കെ, ഇങ്ങനെയുള്ള തെറ്റുകൾ ഞാൻ ചെയ്യണം. ഇത് വളരെ മൈന്യൂട്ടായിട്ട് അവരുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആവും. അത് ഗ്രാജുവലി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി they will go to any extent. ഇതാണ് ഒരു ആസ്പെക്റ്റ്. രണ്ടാമതൊരു ആസ്പെക്റ്റ് സാധാരണ പാരൻസിനെ പറ്റുന്നത്, എൻ്റെ മക്കൾ വെരി പൊസസീവ്. അവരെന്ത് ചെയ്താലും പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഐ വിൽ പ്രൊട്ടക്റ്റ്. എനിക്കറിയാം അവൻ ചെയ്തത് തെറ്റാണെന്ന്, പക്ഷേ ഇൻ ദ പബ്ലിക് ഞാൻ അവനെ കവർ ചെയ്യും. വി ആർ ഗിവിങ് എ വെരി റോങ് മെസ്സേജ്. ആ കുട്ടി പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഓക്കെ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, എൻ്റെ പാരൻസ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു സെനാരിയോ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഇത് നമ്മുടെ കുട്ടികൾ, എല്ലാവരുടെയും കുട്ടികൾ വലുതാണ്. പക്ഷേ ഓരോരുത്തർ ചെയ്യുന്ന തെറ്റാണെന്ന് അവരെ മനസ്സിലാക്കിക്കേണ്ട ഏത് സർക്കംസ്റ്റാൻസിലും. ഇപ്പൊ എൻ്റെ കുട്ടി ഒരു മോഷണം ചെയ്തു, അത് ആ രീതിയിൽ അവനെ മനസ്സിലാക്കിച്ച് അവൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതിന് ഒരു വേ ഉണ്ടാവണം, അവനെ ഹേർട്ട് ചെയ്യാത്ത വിധത്തിൽ ആയിരിക്കണം. പക്ഷേ അവൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവനത് ചെയ്യില്ല. അയ്യോ എൻ്റെ മോനോ, അത് അങ്ങനെ ചെയ്യാൻ നോ ചാൻസ്. അവിടെ നമ്മൾ കുട്ടികളെ സ്പോയിൽ ചെയ്യാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം മനസ്സിൽ വന്നത് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു. താങ്ക് യു സോ മച്ച് അങ്കിൾ. അങ്കിൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇപ്പം അങ്കിൾ പറഞ്ഞ പോലെ ലൈക്ക് കള്ളം പറയാൻ പഠിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം എന്തെങ്കിലും ഫേവറേറ്റ് അവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കഴിക്കാതെ പറയും, എനിക്ക് ഇഷ്ടമല്ല അത്, എനിക്ക് വേണ്ടമോ കഴിച്ചോ. ഇൻഡയറക്ട്ലി വി ആർ ഷോയിങ് ലവ്. ഓക്കെ, എൻ്റെ കുഞ്ഞ് കഴിച്ചോട്ടെ, അത് എനിക്ക് വേണ്ട, പക്ഷെ ആക്ച്വലി എനിക്ക് വേണം. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് ആ ഫുഡ്, പക്ഷെ കുഞ്ഞ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനവിടെ കള്ളത്തരം പറയുക. അവിടെ കുഞ്ഞെന്താ പഠിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒന്ന്, എനിക്കെല്ലാം കിട്ടും,
രണ്ടാമത്തെ കാര്യം എങ്ങനെ കള്ളം പറയും. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും അമ്മയ്ക്ക് അത് ഇഷ്ടമുള്ളതായിട്ടാണെന്ന് എനിക്ക് തരും. കുഞ്ഞ് എന്ത് ചെയ്യും, അത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. അമ്മ ഞാൻ എടുത്തോട്ടെ ചോദിക്കും, നമ്മൾ ഒരു മോൻ എടുത്തു. അങ്ങനെ അതുപോലെ ഇപ്പോൾ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈവൻ ദോ സൈക്കോളജി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എക്സാം ഒക്കെ അടുക്കാറാകുമ്പോഴത്തേന് പേരൻസിൻ്റെ ഒരു കോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരിക്കുന്നത്. ടീച്ചർ എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ, എന്താ നേരത്തെ കൊടുക്കാഞ്ഞേ. നമ്മളൊരു വർക്ക് അവർക്ക് 2 ആഴ്ച 3 ആഴ്ച മുന്നേ കൊടുത്ത വർക്കായിരിക്കും ചിലപ്പോൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും പേരൻസ് വിളിച്ച് ചോദിക്കുന്നത് തലേദിവസമാണോ ടീച്ചറെ പറയുന്നത്. ഞാനിപ്പോൾ പറയാം അല്ല, ഗ്രൂപ്പ് എടുത്ത് നോക്കുക, അതിനകത്ത് കറക്റ്റ് ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കുട്ടി ചെയ്തിട്ടുണ്ടാവില്ല, പേരൻസിനോട് പോയി പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർ ഇന്നലെയാ തന്നേന്നുള്ള കാര്യം. അത് ചോദിക്കാൻ ആരാ വിളിക്കുന്നത്? നമ്മളെ പേരൻറ്റ്. നമ്മൾ അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ അല്ല സെനേറിയോ എന്ന് പറഞ്ഞാലും അവർ പറ്റത്തില്ല. എൻ്റെ കൊച്ചിന് അത്ര സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല. സ്ട്രെയിൻ എടുക്കണ്ടാന്നേ, അതുകൊണ്ടാണ് 3 ആഴ്ച മുന്നേ വർക്ക് കൊടുത്തേ. എന്നാലും നമ്മൾ പറയുന്ന പോലും കേൾക്കാൻ കൂട്ടാക്കത്തില്ല. ദീസ് ആർ ദ മിസ്റ്റേക്സ് ദാറ്റ് വി ആർ ഡൂയിങ്. യെസ് രാജേഷങ്ങൾ എന്തോ രേഷ്മ, ഇന്ന് നീ ഇവിടെ നിന്നിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്താണ് ഗുഡ് പാരൻറ്റിങ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ. കാരണം നിൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ 20 വർഷം ഈ തറവാടിൻ്റെ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു വലിയ ഭാഗമാണ് ഈ തറവാട്. ഈ തറവാട്ടിൽ വന്നിട്ട് നീ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് നിൻ്റെ ചാച്ചൻ്റെ കണ്ണിലൊരു അമ്മ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കൂടിയാനെ അല്ലേ? എന്തുകൊണ്ടാണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ടാണ്. അമ്മ ഉണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും വേണാണ്. അപ്പോൾ അത് അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാനും നിന്നോട് പറയുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തറവാടിനില്ല, അതൊക്കെ കാരണവരൊക്കെ പറയും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നീ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടിക്കാലം മുതലേ നിന്നെ എടുത്തു വളർത്തിയ അങ്കിൾമാരെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും അഭിമാനമുണ്ട്. ആ ജീവിതത്തിലൂടെ വന്നതുകൊണ്ട് പറയണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം മോളിപ്പം പറഞ്ഞു വന്നത് പാരൻറ്റിങ് ആ ഒരു സെക്ഷനിലേക്കാണ്. അപ്പോൾ കുട്ടികളുടെ വളർച്ചയിൽ സൊസൈറ്റിക്ക് ഒരുപാട് പങ്കുണ്ട് അല്ലേ? അതുപോലെ തന്നെ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് കളിക്കാൻ ഓടുന്ന സമയത്ത് യൂണിഫോം എല്ലാവരും ഇന്നിവിടെ എല്ലാവരും അനുഭവിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു. ഈ യൂണിഫോം അഴിച്ച് വെക്കാൻ സമയം ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് മാറ്റുന്നത്, എങ്ങനെയാണ് കളിക്കാനുള്ള ട്രൗസറും ഷർട്ട് എടുത്തിടുന്നത്. പിന്നെ ആ ഗ്രൗണ്ടിലേക്കുള്ളൊരു ഓട്ടമുണ്ട്. ആ ഓട്ടം അവിടെ എത്തൂല, നമ്മൾ എത്ര ഓടിയാലും അവിടെ എത്തൂല. ഞങ്ങൾ അനുഭവിച്ച ഞങ്ങളാണ് പറയുന്നത്. അവിടെ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇന്ന് സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഇന്ന് കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളില്ല. അതുകൊണ്ട് ഇപ്പം വായിക്കുന്ന കാലത്ത് നമ്മളിപ്പം കൂടുതൽ ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് മാറിയത് കൊണ്ട് വായനശാലകൾക്ക് പ്രാധാന്യമില്ലാതെ. പിന്നെ അത് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ കുട്ടികൾക്ക് ഞാൻ പറയാം പാരൻറ്റിങ് മാത്രമല്ല, നിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൂടി പോകണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗം ഇപ്പം വേറെ വലിയൊരു ഇപ്പം ഒരു ടീച്ചർക്ക് പോലും വടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. രണ്ടാമത്തത്, ഞാൻ നിന്നിട്ടുണ്ട് ഡെസ്കിൻ്റെ മുകളിൽ, ഞാൻ നിന്നിട്ടുണ്ട് പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ. പ്രിൻസിപ്പൾ വരുന്ന സ്ഥലത്ത് ആ ഡോറിന് മുന്നിൽ നിന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ടീച്ചേഴ്സും കുട്ടികളും അതിലെ പോകുന്ന സമയത്ത് കാണും. ഇവിടെ നമ്മളെ മനസ്സിൽ ഉണ്ടായി വരുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഈ സ്ട്രെങ്ത് ഇന്ന് കുട്ടികൾക്കില്ല. അപ്പം അത് പാരൻറ്റിങ്ങിൻ്റെ മാത്രമല്ലാതെ അതും ഒരു കാരണമല്ലേ കുട്ടികൾക്ക്. കാരണം എന്താന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എവിടെയും സ്ട്രഗ്ലിംഗ് ഇല്ലെന്ന്, എവിടെയും ഒരു സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ നേരത്തെ മോള് പറഞ്ഞ പോലെ തന്നെ ടീച്ചർ ഒരു വടിയെടുത്താൽ നാളെ പാരന്റ് വീട്ടിലെത്തുകയാണ്. അപ്പം ആ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അതിലേക്കും കൂടി ശ്രദ്ധ പോകുന്ന സമയത്ത് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഈ ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ ആണെങ്കിൽ പോലും ഹയർ അതോറിറ്റീസിനാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ഈ കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞാൽ നാളെ രക്ഷിതാക്കൾ അവിടെ വരും, അവിടെ പ്രശ്നമാണ്. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ വൈറലാണ്. അവിടെ പ്രിൻസിപ്പൾ ഇവിടെ ഹരാസ് ചെയ്തു, മെൻ്റലി ഹരാസ് ചെയ്തു. നാളെ ഈ കുട്ടി എന്തെങ്കിലും പോയി ചെയ്തു കഴിഞ്ഞാലും അത് അതോറിറ്റീസിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുള്ളൂ. അപ്പം പേരൻറ്റിന് അവിടെ ഒരു സാധനം വരുന്നുണ്ട്. ഈവൻ ദോ ടീച്ചേഴ്സ് ആണെങ്കിലും വേറെ ഹയർ അതോറിറ്റീസ് ആണെങ്കിലും അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനൊരു സംഭവം പേരൻസിൽ നിന്ന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷ ചെയ്യുന്നു. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഇനിയും അപ്പം താങ്ക് യു എവറി വൺ. പ്രൊജക്ട് പോയാ
ജസ്റ്റ് ലാസ്റ്റ് ഒരു കാര്യം പറയാം. ഇതൊരു പുതിയ പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇൻസ്റ്റയിൽ ഇതിൻ്റെ പേജ് ഉണ്ട്. ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ട് ഞാനിതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോസ് ഒക്കെ ഇതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗ്രീഷ്മ, താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സെഷനായിരുന്നു. നമ്മളെല്ലാവരും ഇപ്പം ഞാനും ഇപ്പോൾ എനിക്കും 2 ചെറിയ കുട്ടികളുണ്ട്. നമ്മളെല്ലാവരും റീൽസിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ പാരൻറ്റിങ് ടിപ്സും കാര്യങ്ങളും. ഇപ്പോൾ ഞാനും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ലൈവ് സെഷൻ കേൾക്കുമ്പോൾ കുറച്ചും കൂടിയും എൻഗേജിങ് ആണ്. നന്നായിരുന്നു അത്. ഒരുവിധം എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകളും തിരുത്തുകളൊക്കെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ രാജേഷ് ഏട്ടൻ പറഞ്ഞ പോലെ അതിൽ മുകളിലൊന്നും പറയാനില്ല. കാരണം അവർ ഗ്രീഷ്മേനെ പറ്റി പറഞ്ഞത് വളരെ ചെറുപ്പം മുതൽ തറവാടിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്നിപ്പോൾ ഗ്രീഷ്മ ഇവിടെ കാണിച്ചത് ഈ ഒരു സെഷനിലൂടെ. എങ്ങനെ ഒരു കുട്ടി വളർന്നു വന്നു തറവാട്ടിൽ എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്. ഈ KNSൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഉണ്ട്. അതിനു മുന്നേ ലിജോഷ് എന്തെങ്കിലും ഒരു കുറച്ച് വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഗ്രീഷ്മ ഇവിടെ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നടത്തിയത്. അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഗ്രീഷ്മ അടിപൊളി ഒരു നല്ലൊരു സെഷനായിരുന്നു. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഇനി ഒരുപാട് ഉയർച്ചകളിൽ ജീവിതത്തിൽ അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് അവസരങ്ങൾ, പുതിയ പുതിയ സ്റ്റേജുകൾ, ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. എല്ലാവിധ അപ്രീസിയേഷൻ. ഇത് തറവാടിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ടോക്കൺ ഓഫ് മൊമെൻറ്റ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. മെസ്സേജിൽ പറഞ്ഞ മാതിരി ഇന്ന് നമ്മുടെ കുറച്ച് ഫാമിലീസ് ചേർന്ന് നല്ല ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. ലഘു